Hello everyone, how are you doing? Are you happy? I hope so. It's been quite a long time since we last met. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. ഇതുവരെ യൂട്യൂബിൽ 4 വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഈ 4 വീഡിയോകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കാണിച്ചു തരാം. ഞാനിവിടെ സ്ക്രീനിൽ ഒരു സംഭവം കാണിച്ചു തരാം. ഈ കാണുന്നത് പോലെ ഒരു ലോങ് ഐഡിയ ഈ വെറും 4 വീഡിയോകൾ മാത്രം പഠിച്ച ആളുകൾക്ക് ആർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, അയ്യോ ഇത്രയും വലിയ 30-35 സെൻറ്റൻസ് ഉണ്ട്, ഇതൊക്കെ എങ്ങനെ ഒറ്റയ്ക്ക് പറയാൻ പറ്റുമോ, ഇതൊക്കെ കാണാതെ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് തോന്നും. ഇത് കാണാതെ പഠിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം. ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ച് പഠിക്കുക എന്നുള്ളതല്ല, പഠിച്ച കാര്യങ്ങളെ എങ്ങനെ എഫക്റ്റീവായിട്ട് നമ്മളത് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വെറും 4 ക്ലാസ്സേ നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ. ഈ 4 ക്ലാസ് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഭംഗിയായി സംസാരിക്കാം. ഇതുപോലെ ഏതൊരു ഐഡിയയും കഴിഞ്ഞു പോയ പാസ്റ്റിലുള്ളൊരു ഐഡിയ, നിങ്ങളുടെ ഒരു ദിവസത്തെ സംഭവങ്ങൾ, നിങ്ങൾ എവിടെയെങ്കിലും പോയ കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഭംഗിയായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അതാണ് ഞാനിന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവർക്കും, വളരെ സാധാരണക്കാരായ ആൾക്കാർക്കും ഇതേപോലെ ചെയ്യാൻ കഴിയും കേട്ടോ. ഇപ്പോൾ നമ്മളുടെ അടുത്തൊരു 77 വയസ്സുള്ള ഒരു പ്രായമുള്ളൊരു അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള അവർ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇംഗ്ലീഷ് സംസാരിക്കാമെന്ന്. അപ്പോൾ അവരൊരു വളരെ ഇമോഷണലായിട്ട് സംസാരിക്കുന്നതാണ്. എനിക്ക് വളരെ ഒരു സന്തോഷം തോന്നി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പഠനം എന്ന് പറയുന്നത് എത്ര ഏജായാലും അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഏറ്റവും സിമ്പിളായി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, സൗജന്യ വാട്സപ്പ് ഗ്രൂപ്പാണ്. 9995558247 എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പം ആ ഗ്രൂപ്പിലായിരിക്കും ഫസ്റ്റ് അയക്കുന്നത്. അതോടൊപ്പം തന്നെ വാട്സപ്പിലൂടെ ചില ടിപ്സുകളും നൽകുന്നതായിരിക്കും. ഇനി അതല്ല, നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, ഒരു അധ്യാപകൻ്റെ സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ നിസ്സാര ഫീ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് മന്ത്ലി ഒരു നിസ്സാര ഫീ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ പെയ്ഡ് വാട്സപ്പ് ഗ്രൂപ്പിലും ചേരാവുന്നതാണ്. അതിൻ്റെ വിവരങ്ങളും അതിൽ പറയുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് നോക്കി ചെയ്യാം. പക്ഷേ ഇവിടെ വെച്ച് എല്ലാവരും ഭംഗിയായി ഈ ഒരു ആശയം സംസാരിക്കാൻ പോവുകയാണ്. അപ്പം അതിനു വേണ്ടിയായിരിക്കണം നിങ്ങൾ തയ്യാറെടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ 1, 2, 3, 4 ഈ 4 വീഡിയോകളും കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ. കാരണം അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ട് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഒരു പക്ഷേ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ മറ്റൊരു വാട്സപ്പ് നമ്പറോട് ഞാൻ തരാം. 7025008916 ഈ നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യത്തെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഇതിൽ അയച്ചിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ ഓൾറെഡി ഒന്നാമത്തെ വാട്സപ്പ് നമ്പർ സുഖമായിട്ട് അവൈലബിൾ ആണ്, ഒരു കുഴപ്പമില്ല. വാട്സപ്പായിട്ട് എന്തെങ്കിലും ടെക്നിക്കൽ എറേഴ്സൊക്കെ വന്ന് ബുദ്ധിമുട്ടായി പോയാലും ഉപയോഗിക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ നമ്പർ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ഭംഗിയായിട്ട് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാമെന്ന് നോക്കാം. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ 2 പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അജയും അഭിനവും ഉണ്ട്. അവരെ നമുക്ക് ഇതിലേക്കൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപാട് സ്ക്രീൻ കാണിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ആ സ്ക്രീൻ കാണിച്ച് പറയാനുള്ളത് കൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ട് ഒന്ന് വീഡിയോ കട്ട് ചെയ്തിട്ട് ഞാൻ സ്ക്രീൻ ഒന്ന് കണക്ട് ചെയ്യാം. ആ സ്ക്രീനിലൂടെ നമുക്ക് കാര്യങ്ങളൊന്ന് കാണാവുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ദേർ. ഓക്കെ, നമ്മുടെ സുഹൃത്തുക്കളെ ഒന്ന് ഞാൻ കണക്ട് ചെയ്യാം, കോളിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. മിസ്റ്റർ അജയ് കേൾക്കുന്നുണ്ടോ? എൻ്റെ സൗണ്ട് ഒന്ന് പറയാമോ അജയ്? കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഞാൻ ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ടേ. യെസ്, അഭിനവിൻ്റെ സൗണ്ട് കേൾക്കാവോ? കേൾക്കാം സാർ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ 4 വീഡിയോകൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. 4ാമത്തെ വീഡിയോ ഞാൻ ഒരു ഒറ്റയ്ക്കിട്ട വീഡിയോ കണ്ടിരുന്നോ? അജയും അഭിനവും കണ്ടിരുന്നോ? കണ്ടിരുന്നു സാർ. കണ്ടിരുന്നല്ലോ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഈ 4 വീഡിയോകൾ മാത്രം പഠിച്ച ഒരാൾക്ക്, ഈ വെറും 4 വീഡിയോകൾ മാത്രം പഠിച്ച ഒരാൾക്ക് എത്രത്തോളം കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും? ഇപ്പോൾ നമ്മൾ ധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമാണ് അത്യാവശ്യം സംസാരിക്കാൻ പറ്റുമെന്നാണ്. പക്ഷെ കഴിഞ്ഞു പോയൊരു ഐഡിയയെ പറ്റി വളരെ ദീർഘമായ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ പഠിച്ചെങ്ങനെ പറയാൻ പറ്റും എന്നുകൂടിയാണ്, അത് കാണിച്ചു തരികയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സുഹൃത്തുക്കൾക്കും ഇത്രയും വീഡിയോകൾ, ഈ 1, 2, 3, 4 വീഡിയോകൾ, ഈ 4 വീഡിയോകൾ നിങ്ങൾ കാണാത്ത ഒരാളാണ്, അത് കണ്ടതിന് ശേഷം വേണം കേട്ടോ ഇത് കാണാൻ, എങ്കിലേ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവുള്ളൂ. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഞാനിപ്പോൾ ഇവരോട് സംസാരിക്കുമ്പോൾ അത് നിങ്ങളോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ഓർക്കുക. ഓരോ തവണ ഞാൻ പറയുമ്പോഴും നിങ്ങളത് കേൾക്കുക, തിരിച്ചു പറയുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് യൂട്യൂബ് ചാനലിൽ നമ്മുടെ ബ്രില്യൻ TV എന്ന യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോകൾ കറക്റ്റായിട്ട് നമ്മൾ ഇടാറുണ്ട്. നമ്മുടെ വാട്സപ്പ് ക്ലാസ്സുകളുടെ വിവരങ്ങളെല്ലാം നൽകാറുണ്ട്. നമ്മുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിരുന്നുണ്ട്, 9995558247.
ഓക്കെ, അതിൽ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്. പിന്നെ കൂടുതൽ ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ പെയ്ഡ് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരികയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ലാസ്റ്റ് വീഡിയോയിൽ 4ാമത്തെ വീഡിയോയിൽ ചോദ്യം ചോദിക്കുന്ന ഒരു സംഭവമായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് നിങ്ങൾ അവിടെ പോയോ, അദ്ദേഹം ഇവിടെ വന്നോ, ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഓടിച്ച് പറഞ്ഞു പോയതിന് ശേഷം ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഐഡിയ എങ്ങനെ പറയാമെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ സിനിമ കണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ TV കണ്ടോ എന്ന് എങ്ങനെയാണ് ചോദിക്കുക അഭിനവേ? ഡിഡ് യു വാച്ച് TV? വെരി ഗുഡ്, ഡിഡ് യു വാച്ച് TV? നിങ്ങൾ TV കണ്ടോ എന്ന് അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ പറയാണ്, നമ്മുടെ ഫ്രണ്ട് നമ്മളോട് ചോദിച്ചു, അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, നീ സിനിമ കണ്ടോ, ഇന്നലെ സിനിമ കണ്ടോ? അങ്ങനെ ചോദിക്കും. അവൻ എന്നോട് ചോദിച്ചു, അവൻ എന്ന് പറയുമ്പോൾ എന്ത് പറയും? അജയ് ഹി. അവൻ He asked me. പറഞ്ഞോളൂ. He asked me. ആസ്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കുക, ചോദിച്ചു എന്നാകുമ്പോൾ ആസ്ക്ഡ്, ASKED, ആസ്ക്ഡ്. ഈ ആസ്ക്ഡ് എന്ന് പറയരുത്. ആസ്ക്ഡ്, വർക്ക്ഡ്, ലുക്ക്ഡ് ഇങ്ങനെ പറയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അപ്പോൾ അതെങ്ങനെ പറയുന്നത് വെച്ചാൽ ആസ്ക്ഡ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ EDക്ക് വരും T പറഞ്ഞു നോക്കിയാൽ ആസ്റ്റ്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഹി ആസ്റ്റ് മീ എങ്ങനെ ചോദിക്കും? He asked me. അവൻ എന്നോട് ചോദിച്ചു. ഹി ആസ്റ്റ് മീ. അപ്പോൾ നമ്മൾ ആസ്ക്ഡ് മീ എന്നുള്ള ആ സാധനമാണ് വരുന്നത്. ഹി ആസ്റ്റ് മീ, നീ TV കണ്ടോ? എങ്ങനെ ചോദിക്കും? ഡിഡ് യു വാച്ച് TV? ഡിഡ് യു അല്ല, ഡിഡ് യു. ഓർമ്മയുണ്ടോ? ഡിഡ് യു വാച്ച് TV? Did you watch TV? ഡിഡ് യു. ഹി ആസ്റ്റ് മീ, ഡിഡ് യു വാച്ച് TV? He asked me, did you watch TV? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അതേപോലെ തന്നെ നീ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചോ എന്ന് അവൾ എന്നോട് ചോദിച്ചു. എങ്ങനെ പറയും അഭിനവ്? അവൾ എന്നോട് ചോദിച്ചു, അവളെന്നെ ചോദിച്ചു. അപ്പോൾ അവൾ ചോദിച്ചു എങ്ങനെ പറയും? She asked me. She asked me. നീ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചോ? ആരെ വിളിച്ച്? Did you call my friend? Did you call my friend? എങ്ങനെയായിരിക്കും? Did you call my friend? ഓക്കെ, റൈറ്റ്. അപ്പോൾ ഒരുമിച്ച് പറഞ്ഞു നോക്കിയേ. She asked me, did you call my friend? വെരി ഗുഡ്. She asked me, did you call my friend? ഓക്കെ, റൈറ്റ്. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? അവനോട് ചോദിച്ചു, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? എങ്ങനെ പറയാം അജയ്? അവനാടാ ചോദിച്ചേ. He asked me, did you have breakfast? Did you have breakfast? എപ്പോഴും ശ്രദ്ധിക്കണം, ഡിഡ് യു എന്നല്ല ഡിഡ് യു. ശരിക്കും അമേരിക്കൻ ഇംഗ്ലീഷിലൊക്കെ പറയുന്ന സമയത്ത് ഡി എന്നുള്ള സംഭവം തന്നെയല്ലേ ജിജിയു എന്ന് പറയാം. ജിജിയു. ഡിഡ് യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്? എക്സ്ക്യൂസ് മീ, ഡിഡ് യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്? ഹി ആസ്ക്ഡ് മീ, ഡിഡ് യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്? ഓക്കെ, അതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇനി അവൾ എന്നോട് ചോദിച്ചു, കഴിഞ്ഞ ആഴ്ച നീ ഗ്രോസറീസ് ഒക്കെ വാങ്ങിച്ചോ? ഗ്രോസറീസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പലവ്യഞ്ജനങ്ങൾ, വീട്ടു സാധനങ്ങൾ അല്ലേ? അപ്പോൾ നമുക്ക് പറയാണ്, നമ്മൾ വീട്ടിൽ ചെന്നപ്പോൾ നമ്മുടെ സിസ്റ്റർ നമ്മളോട് ചോദിക്കുകയാണ്, നീ കഴിഞ്ഞ ആഴ്ച സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ ചോദിക്കണം. അപ്പോൾ എങ്ങനെ ചോദിക്കും? അവൾ എന്നോട് ചോദിച്ചു, കഴിഞ്ഞ ആഴ്ച നീ സാധനങ്ങൾ വാങ്ങിച്ചോ, വീട്ടു സാധനങ്ങൾ? She asked me last week, did you buy groceries? She asked me last week, did you buy groceries? Very good, very good. Okay. ഇനി ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. നമുക്ക് പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞതിൽ കൺഫ്യൂഷൻ, ആളുകൾ ചോദിച്ച സംശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി കൂടുതലായിട്ട് പറയുന്നത്. ഈ ഒരുമിച്ച് എന്ന് പറഞ്ഞ സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഒരുമിച്ച് എന്ന് പറയില്ല, ഒരുമിച്ച് എന്നുള്ള എന്താ പറയുക? ടുഗെദർ. ഓക്കെ, ഇന്നലെ ഞങ്ങൾ ഒരുമിച്ച് ഓഫീസിൽ പോയി. ഇന്നലെ ഞങ്ങൾ ഒരുമിച്ച് ഓഫീസിൽ പോയി എന്ന് അങ്ങനെയായിരിക്കും പറയാം. അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഓഫീസിൽ പോയി എന്നങ്ങനെയായിരിക്കും പറയാം അജയ്? We went to the office together. Very good. We went to the office together. We went to the office together. ഓഫീസ് അല്ല, ഓഫീസ്. We went to the office together. ഒന്ന് പറഞ്ഞേക്കാം അഭിനവേ. We went to the office together. Right. Okay. ഞങ്ങൾ സിനിമയ്ക്ക് ഒരുമിച്ച് അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് ഒരുമിച്ച് പോയി എന്ന് പറയും അഭിനവ്? We went to the theater together. Right. Okay. ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് ഒരുമിച്ച് പോയി എന്ന് പറയും അജയ്? We went to the restaurant together. റെസ്റ്റോറൻറ്റ്. ഒന്നൊരു പറഞ്ഞു തന്നേരം. We went to the restaurant together. Yes. We went to the restaurant together. അല്ലെങ്കിൽ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി എന്നാണെങ്കിൽ we went to a restaurant together. We went to a restaurant together. Okay? Okay. ഇനിയിപ്പോൾ ഒരാൾ ചോദിച്ചൊരു കാര്യമായിരുന്നു, നമ്മുടെ എന്താ പറയുക, ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്ത സമയത്ത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള അങ്ങാടി ഇല്ലേ, അങ്ങാടിയൊക്കെ ഇല്ലേ, നമ്മൾ പറയില്ലേ ഇന്നലെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അങ്ങാടിയിലേക്ക് പോയി. അങ്ങാടി എന്ന് പറയില്ലേ, നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ ഇതിൻ്റെ അങ്ങാടി എന്ന് പറയില്ലേ? അപ്പം അതിനെന്താണ് ഇംഗ്ലീഷിൽ പറയാ? ഒന്ന് പറഞ്ഞു അജയ്. സിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലിയ പട്ടണമാണ്, പട്ടണം. അപ്പോൾ കൊച്ചി, ഹോം ടൗൺ. ദാറ്റ്സ് റിയലി ഗുഡ്. ഹോം ടൗൺ എന്നാണ് പറയാ.
അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള അങ്ങാടിയിൽ വല്ല ഹോം ടൗണിലേക്ക് പോയി എങ്ങനെ പറയും? Yesterday I went to my hometown. വെരി ഗുഡ്. യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു മൈ ഹോം ടൗൺ. ഇതൊന്ന് ശ്രദ്ധിച്ചുള്ള. 1-2 ആൾക്കാർ സംശയം ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഹോം ടൗൺ എന്ന് പറയാം. യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു മൈ ഹോം ടൗൺ. ഓക്കെ. Okay. അപ്പോൾ ടുഗെദർ എന്നുള്ള ഐഡിയയും കിട്ടിയല്ലോ. അത് ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചാണ്. നിങ്ങൾ മനസ്സിലായല്ലോ? Okay, sir. ഓക്കെ. അപ്പോൾ കേട്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കഴിഞ്ഞ 4 വീഡിയോകളും ശരിക്കും കാണണം കേട്ടോ. അതിലുള്ള ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചാണ്. ഇപ്പോൾ അതുപോലെ തന്നെ സോയും മീറ്റും തമ്മിലുള്ള വ്യത്യാസം ആൾക്കാർ ചോദിച്ചു. സി എന്ന് പറഞ്ഞാൽ കാണുകയാണോ, മീറ്റ് എന്ന് പറഞ്ഞാൽ കാണുക, രണ്ടും കാണുക എന്നാണല്ലോ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിയും മീറ്റും തമ്മിലുള്ള വ്യത്യാസം. വേണം ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. ഇപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഒരു വ്യക്തിയെ കാണുന്നെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ പറയുകയാണ്, അജയനോട് പറയണം, അജയ് ഞാൻ അടുത്ത ആഴ്ച അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, അവിടെ ഉണ്ടാവണം, നമുക്കൊന്ന് കൊന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പറയാണ്, ഞാൻ അഭിനവിനോട് പറയണം, അഭിനവ് ഇന്നലെ ഞാൻ അജയുടെ വീട്ടിൽ പോയി, അല്ല ഇന്നലെ ഞാൻ അജയിനെ കണ്ടു എന്ന് പറയുമ്പോൾ യെസ്റ്റർഡേ ഐ സോ അജയ് എന്ന് പറയാൻ പാടില്ല, ഐ മെറ്റ് അജയ് എന്ന് പറയാൻ പാടുള്ളൂ. ഓക്കെ. അതേസമയം ഞാനിങ്ങനെ വേറെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്ന വഴിയിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോയപ്പോൾ അത് അജയ് ആണല്ലോ പോകുന്നത്, അജയ് എന്താ ഇവിടെ നിൽക്കുന്നത് എന്നോട് പറയാം. അപ്പോൾ ഇന്ന് ഞാൻ അഭിനവനെ കണ്ടിട്ട് പറയാണ്, ഇന്നലെ ഞാൻ അജയനെ കണ്ടു എന്ന് പറയുമ്പോൾ ഐ സോ അജയ് എന്ന് പറയാം, ഐ സോ മിസ്റ്റർ അജയ് എന്ന് പറയാൻ പറ്റും. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ രണ്ടാമത് പ്ലാൻ ചെയ്യാതെ പോയതുകൊണ്ടാണ് ഇവിടെ സോ പറഞ്ഞത്. സി എന്ന് പറഞ്ഞാൽ കാണുക, സോ എന്ന് പറഞ്ഞാൽ കണ്ടു, മീറ്റ് എന്ന് പറഞ്ഞാൽ കാണുക, മെറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടു. നമ്മളൊരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതാണല്ലോ, അത്ര ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ മീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ കാണുക, മെറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടു. അപ്പോൾ നമ്മളങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കാണുന്നതിന് എന്ത് പറയും? മീറ്റ്. അത് കണ്ടു എന്നാണെങ്കിൽ മെറ്റ്. ഓക്കെ. അപ്പോൾ കണ്ടു എന്നുള്ളതിന് അതേപോലെ തന്നെ അതിൽ ആളുകൾ ചോദിച്ചൊരു സംശയമായിരുന്നു. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളെ ഞാൻ കണ്ടു, ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ അയൽക്കാരിൽ ഒരാളെ ഞാൻ കണ്ടു. ഇങ്ങനെ പറയുന്ന സമയത്ത് പലരും തെറ്റിക്കുന്ന ഒരു സംഭവമുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളെ കണ്ടു, നമ്മളങ്ങനെ പറയാറില്ലേ? അപ്പം നമ്മളെങ്ങനെ പറയാം? വൺ ഓഫ് മൈ ഫ്രണ്ട് എന്നാണ് പറയാം. പക്ഷേ ഫ്രണ്ട് പോരാ, ഫ്രണ്ട്സ് വേണം. ഇതാണ് നമ്മുടെ ഒരുപാട് ആളുകൾക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക്. അതാണ് ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിലും പക്ഷേ മീനിങ്ങിൽ മാറ്റം വരും. ഐ സോ വൺ ഓഫ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തിൽ ഒരാളെ കണ്ടു എന്നാണോ പറയാം, എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളെ കണ്ടു എന്നാണോ പറയാം? അപ്പോൾ സുഹൃത്തുക്കളിൽ ഒന്നിൽ കൂടുതൽ ആളുകളാണ്. അപ്പോൾ സുഹൃത്തുക്കളിൽ ഒരാളെ കണ്ടു എന്നാണ്. അപ്പോൾ ഐ സോ വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളെ കണ്ടു. അല്ലെങ്കിൽ ഐ മെറ്റ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, രണ്ടും പറയാം. നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണെങ്കിൽ ഐ മെറ്റ് എന്ന് പറയാം, പ്ലാൻ ചെയ്യാതെ കണ്ടാണെങ്കിൽ ഐ സോ വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി, അയ്യോ മെറ്റായിപ്പോയില്ലോ, അവിടെ സോ ആയിരുന്നു വേണ്ടത്, അങ്ങനെയൊന്നുമില്ല, മാറിപ്പോയി വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഭിനവ് പറയൂ, എൻ്റെ അധ്യാപകരിൽ ഒരാളെ കണ്ടു എന്ന് പറയും. അധ്യാപകരിൽ ഒരാളെ കണ്ടു. ഐ മെറ്റ് വൺ ഓഫ് മൈ ടീച്ചേഴ്സ്. ഇനിയിപ്പോൾ നമ്മൾ മുൻകൂട്ടി പെട്ടെന്ന് കണ്ടാണെങ്കിൽ ഐ സോ വൺ ഓഫ് മൈ ടീച്ചേഴ്സ്. യെസ്, ഐ സോ വൺ ഓഫ് മൈ ടീച്ചേഴ്സ് എന്ന് പറയാം അല്ലേ? ഓക്കെ. ഇനി അതേപോലെ തന്നെ എൻ്റെ അയൽക്കാരിൽ ഒരാളെ കണ്ടു എന്ന് അങ്ങനെ പറയാം, ഐ സോ വൺ ഓഫ് മൈ നെയ്ബേഴ്സ്. എങ്ങനെ അജയ് പറയാം? ഐ സോ വൺ ഓഫ് മൈ നെയ്ബേഴ്സ്. ഓക്കെ, വെരി ഗുഡ്. കണ്ടോ? അപ്പോൾ അതൊരു ഐഡിയ കിട്ടിയില്ല. വൺ ഓഫ് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പറയുന്ന സംഭവം അത് നെയ്ബർ എന്ന് പറയാം, നെയ്ബേഴ്സ് ആവണം, ടീച്ചർ പോരാൻ ടീച്ചേഴ്സ് ആവണം, ഫ്രണ്ട് പോരാൻ ഫ്രണ്ട്സ് ആവണം. അതാണ് എല്ലാവരും തെറ്റിക്കുന്നത്. ഐ സോ വൺ ഓഫ് മൈ ഫ്രണ്ട് എന്ന് പറയും, വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്നാണ് പറയേണ്ടത് കേട്ടോ. അതൊരു കൺഫ്യൂഷനായിട്ട് ആൾക്കാർ ചോദിച്ചായിരുന്നു. പിന്നെ ആൾക്കാർ ചോദിച്ചൊരു കാര്യം ഇതായിരുന്നു, ഈ ഭക്ഷണം കഴിച്ച് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ. എൻ്റെ സുഹൃത്തിനെ കണ്ടു, ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പോയി അവിടെ വെച്ച് ഭക്ഷണം ഓർഡർ ചെയ്തു, അല്ലെങ്കിൽ ഒരു ചായ ഓർഡർ ചെയ്തു എന്നൊക്കെ പറയില്ലേ, അല്ല ഐസ്ക്രീം കഴിച്ചു എന്ന് പറയില്ലേ. ഞങ്ങൾ ഐസ്ക്രീം ആസ്വദിച്ച് കഴിച്ചു എന്ന് പറയാറുണ്ട്, അതിൽ പല സെൻറ്റൻസിലും പറയാറുണ്ട്. ഇപ്പോൾ ഈ ആസ്വദിച്ച് കഴിച്ചു എന്നുള്ളതിന് ഇപ്പോൾ എങ്ങനെയാണ് പറയാമെന്ന് പലരും ചോദിച്ചിരുന്നു. അതിനൊന്നും വേണ്ട, വി എൻജോയ്ഡ് ദ ഐസ്ക്രീം എന്ന് പറയും. വി എൻജോയ്ഡ് ആൻഡ് ഈറ്റ് ഐസ്ക്രീം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. വി എൻജോയ്ഡ് ദ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ്വദിച്ച ഐസ്ക്രീം കഴിച്ചു എന്നർത്ഥം. എന്ത് പറയും? യെസ്. അങ്ങനെയാണെങ്കിൽ അഭിനവ് പറയും, ഞങ്ങൾ ആ സദ്യ ആസ്വദിച്ച് കഴിച്ചു. വി എൻജോയ്ഡ് ദ സദ്യ. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ സദ്യക്ക് എന്താ ഇംഗ്ലീഷ്? മീൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലാതെയുള്ള ചോറാണ്. സദ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വെറുതെ ഒരു സാധാരണ ചോറ് സദ്യയായി മാറുമോ?
ഇല്ല. സദ്യക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വേണം അല്ലേ? പപ്പടം, പഴം, പായസം എന്നൊക്കെ പറയും പോലെ ഉപ്പേരി, ഉപ്പേരി, അപ്പേരി, ഓക്കെ, അതൊക്കെ കുറേ സംഭവങ്ങളൊക്കെ അതിൽ വേണം, എന്നാലേ സദ്യ ആകുള്ളൂ. ഓക്കെ, അപ്പോൾ ആ സദ്യ എന്നുള്ളത് നമ്മുടെ തന്നെ ഒരു തനതായ സംഭവമാണ്. അതിന് സദ്യ എന്ന് പറയാം. ഇപ്പോൾ പുട്ടില്ലേ, പുട്ടിന് പലപ്പോഴും സ്റ്റീം കേക്ക് എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ അങ്ങനെ പറയേണ്ട കാര്യമില്ല. പുട്ട് എന്ന് പറയുന്നത് നമ്മുടേതായ ഒരു വിഭവമാണ്. അതിന് പുട്ടെന്ന് തന്നെ പറയാം. ഓക്കെ, പുട്ടെന്ന് തന്നെ പറയാം, ഒരു കുഴപ്പമില്ല. അപ്പത്തിന് അപ്പം തന്നെ പറയാം. അല്ലാതെ അതിന് സ്റ്റീം കേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവിയിൽ ഉണ്ടാക്കിയിടുന്ന കേക്ക് എന്ന അർത്ഥത്തിൽ അതിന് പറയണമെന്നില്ല. അങ്ങനെ ചില ആൾക്കാർ പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, നമ്മുടേതായിട്ടുള്ള തനതായിട്ടുള്ള വിഭവങ്ങൾക്ക് അതേ പേരാണ്, നമ്മുടേതായ പേര് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ സദ്യ എൻജോയ് ചെയ്യുന്നു. എങ്ങനെ പറയും അജയ്? ഞങ്ങൾ സദ്യ enjoyed the sadhya. വി എൻജോയ്ഡ് ദ സദ്യ. ഓക്കെ, ഞങ്ങൾ സിനിമ എൻജോയ് ചെയ്യുന്ന എങ്ങനെ പറയാം അഭിനവേ? We enjoyed the movie. വി എൻജോയ്ഡ് ദ മൂവി. ഞങ്ങൾ ആ സിനിമ നന്നായിട്ട് ആസ്വദിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വി എൻജോയ്ഡ് ദ മൂവി. അപ്പോൾ നമുക്ക് ഒരു ഫുഡ് കിട്ടി, ഞങ്ങൾ ആ ഫുഡ് നന്നായി കഴിച്ചു എന്ന് പറയണമെങ്കിൽ വി എൻജോയ്ഡ് ദാറ്റ് ഫുഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ ഡൗട്ട് ചോദിച്ച സുഹൃത്തുക്കൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അത് ക്ലിയർ ചെയ്തിട്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു അടിപൊളിയായിട്ടൊരു സംഭവം നമ്മളൊന്ന് ചെയ്തിരിക്കും. ചെയ്യണ്ടേ? വേണം സാർ. അതാണ്. അപ്പോൾ കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഇതേപോലെ ചെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കണം. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്കൊരു പലർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് ഒരു കാര്യം ആയിരുന്നു എന്ന് പറയുന്നത്. അതായത് ഞാനൊരു ഫോൺ പുതിയത് വാങ്ങി, അല്ലെങ്കിൽ ഞാനൊരു ഒരു കാറ് വാങ്ങി, ഓക്കെ, അല്ലെങ്കിൽ ഞാനൊരു കാർ ഓടിച്ചു, അതൊരു പുതിയ കാറായിരുന്നു, അതൊരു പഴയ കാറായിരുന്നു. അങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നതും ആണ് എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇതൊരു പുതിയ ബൈക്കാണ്, ഓക്കെ, ഇതൊരു പുതിയ ബൈക്കാണെന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആ ഈസ് എന്ന് ഉപയോഗിക്കുന്നത്. ഇതെന്നുള്ളതിന് എന്താ പറയുക? ഇറ്റ്. ദിസും പറയാം, അല്ലെങ്കിൽ ഇറ്റ് പറയാം. ഇതൊരു പുതിയ ബൈക്കാണെന്ന് പറയുമ്പം ഇറ്റ്സ് എ ന്യൂ ബൈക്ക്. ഇറ്റ് ഈസ് എന്നുള്ളത് ഒരുമിച്ച് പറയുമ്പോൾ എന്താ പറയും? ഇറ്റ്സ് എ ന്യൂ ബൈക്ക്. എങ്ങനെ പറയും? It's a new bike. It's a new bike. ഓക്കെ, ഇതൊരു പുതിയ ബാഗാണെന്ന് എങ്ങനെ പറയും? It's a new bag. It's a new bag. ഓക്കെ, ഇനി ഇതൊരു പുതിയ കാറാണെന്ന് പറയണമെങ്കിലോ? It's a new car. It's a new car. ഇനി ഇതൊരു പഴയ കാറാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇതൊരു പുതിയ കാർ ആയിരുന്നു എന്ന് പറയാം. നമ്മൾ പറയുകയാണെ, ഇതൊരു പുതിയ കാറായിരുന്നു, പക്ഷേ പൊടിയൊക്കെ പിടിച്ചിങ്ങനെ കിടക്കുന്നുണ്ട് നമുക്ക് തോന്നുന്നതാണ് ഇത് ശരിക്കും പുതിയ കാറായിരുന്നു. അപ്പോൾ ആയിരുന്നു എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഈസ് എന്നുള്ളതിന് പകരം ഇറ്റ് വാസ് എന്നാവും. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പലരും ചോദിച്ചൊരു സംശയമാണ്, ഇറ്റ് ഈസ് എന്ന് പറയുമ്പോൾ ആണെന്നാണ്, എന്നാൽ ഇറ്റ് വാസ് എന്നാകുമ്പോൾ ആയിരുന്നു എന്നാണ്. അപ്പോൾ ഇറ്റ്സ് എ ന്യൂ കാർ എന്ന് പറയുമ്പോൾ ഇതൊരു പുതിയ കാറാണെന്നാണല്ലോ. അപ്പോൾ ഇറ്റ് വാസ് എ ന്യൂ കാർ എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ കാർ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ പുതിയ കാർ അല്ല എന്നർത്ഥം. എങ്ങനെ പറയും? It was a new car. It was a new car. എങ്ങനെ പറയും? It was a new car. യെസ്, അജയ് എന്ന് പറഞ്ഞേ? It was a new car. ഇതൊരു പുതിയ ഫോണായിരുന്നു എന്ന് എങ്ങനെ പറയും? നല്ലൊരു പുതിയ ഫോണായിരുന്നു ഇത്, പക്ഷേ ഇത് ഇവരെല്ലാവരും കൂടെ കളിച്ച് പിള്ളേർ കളിച്ച് നാശാക്കിയത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ ഇതൊരു പുതിയ കാറായിരുന്നു എങ്ങനെ പറയും? ഇതൊരു പുതിയ ഫോണായിരുന്നു എങ്ങനെ പറയും? അഭിനവ് പറയും. It was a new phone. It was a new phone. It was a new phone. ഇതൊരു പുതിയ ഫോണായിരുന്നു. ഓക്കെ, കാറായിരുന്നു എന്നല്ല, ഫോണായിരുന്നു. ഇറ്റ് വാസ് എ ന്യൂ ഫോൺ. ഓക്കെ, അതെന്തിനും പറയാം. ഇനി അത് ഒരു പുതിയ ആയിരുന്നു എന്ന് പറയാം, ഇതൊന്നും പറയാം, അതൊന്നും പറയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയണമെങ്കിൽ, ഞാൻ ഇന്നലെ ഒരു നല്ല ഫുഡ് കഴിച്ചു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന്. അതൊരു പുതിയ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് എങ്ങനെ പറയും അജയ്? അതൊരു പുതിയ റെസ്റ്റോറൻ്റ് ആയിരുന്നു. It was a new restaurant. It was a new restaurant. ഓക്കെ, സാർ ഒരു സംശയം ചോദിച്ചോ? ഇപ്പൊ ഈ മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ളൊരു ചോദ്യമാണ്. ഇപ്പൊ നമ്മള് എടുത്തൊരാള് ഇത് നിങ്ങളുടെ പുതിയ കാറാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചോദ്യം അത് നമ്മൾ അതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അത് ഈസ് ഇറ്റ് എന്നൊരു സംഭവമാണ് വരുന്നത്. ഈസ് ഇറ്റ് എ ന്യൂ കാർ, അത് നമുക്ക് വരാനുള്ളതാണ്. അതുകൊണ്ട് ഞാനത് ഇപ്പൊ എടുക്കുന്നില്ല. ആ സംഭവം നമുക്ക് എടുക്കാനുള്ള കേട്ടോ. ഈ വാസും ഈസും നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാനുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ജസ്റ്റ് നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊരു. ഓക്കെ, അത് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് വേറെ വരുന്നുണ്ട് കേട്ടോ. അതല്ലേ ഉദ്ദേശിച്ച? അതല്ലേ സംശയം? അതല്ലേ? തീർച്ചയായിട്ടും നമുക്കത് എടുക്കാനുള്ളതാണേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതൊരു പുതിയ, അല്ലെങ്കിൽ അതൊരു പുതിയ റെസ്റ്റോറൻ്റ് ആയിരുന്നു എങ്ങനെ പറയും? ഇറ്റ് വാസ് എ ന്യൂ റെസ്റ്റോറൻറ്റ്. ഇറ്റ് വാസ് എ ന്യൂ റെസ്റ്റോറൻറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചു. അപ്പോൾ ഫോൺ നമ്മൾ എടുത്തു. അപ്പോൾ നോക്കുമ്പോൾ അത് അമ്മ വിളിക്കുക വീട്ടിൽ നിന്ന്. അത് അമ്മയായിരുന്നു. ആരെ വിളിച്ചേ? അത് അമ്മയായിരുന്നു. എങ്ങനെ പറയും? ഇറ്റ് വാസ് മോം.
ഇറ്റ് വാസ് മോം അല്ലെ ഇറ്റ് വാസ് മൈ മദർ, ഇറ്റ് വാസ് മൈ മോം എന്ന് പറയും. ഇറ്റ് വാസ് മൈ മോം. യെസ്, അതെൻ്റെ അധ്യാപകനായിരുന്നു. എങ്ങനെ പറയും? ഇറ്റ് വാസ് മൈ ടീച്ചർ. ഇറ്റ് വാസ് മൈ ടീച്ചർ. വെരി ഗുഡ്, ഇറ്റ് വാസ് മൈ ടീച്ചർ. ഓക്കെ, അതാണ് സംഭവം. അപ്പോൾ ആ ഒരു ഐഡിയ പറയുന്നത് മാത്രം മനസ്സിലായല്ലോ. യെസ്. അപ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിൻ്റെ സംഭവങ്ങൾ വേറെ നമുക്ക് ഇനി ഇത് നമ്മളെപ്പോഴും പഠിച്ചിട്ട് നമുക്ക് തോന്നും ഇത് അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ അത് ഓരോന്നായി ഇങ്ങനെ ചേർത്ത് വരികയാണ് ചെയ്യുക. നമ്മൾ പോലും അറിയാതെ നമ്മളൊരിക്കലും ഒരു ടഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ പഠിച്ചു പോകാമെന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നത് കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ ഒരു ചോദിച്ച സംശയങ്ങളൊന്നാണ് നേരെ പോയി നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞില്ല, ഒരു കിണറിൻ്റെ അടുത്തേക്ക് നേരെ പോയി, അതുപോലെ തന്നെ ക്യാഷ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് നേരെ പോയി എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ആ നേരെ എന്നുള്ളതിന് ഡയറക്ട്ലി അല്ല ഡിറക്ട്ലി. ഐ വെൻറ്റ് ഡിറക്ട്ലി. ഞാൻ നേരെ ഒരു ATM അരികിലേക്ക് പോയി. ATM ഇല്ലേ, ATM അടുത്തേക്ക് ഞാൻ നേരെ ഒരു ATM അടുത്തേക്ക് പോയി. അപ്പോൾ എങ്ങനെ പറയും? ഐ വെൻറ്റ് ഡിറക്ട്ലി ടു ദ നിയർ ബൈ ATM. അതായിരുന്നു അന്ന് ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നത്. നിയർ ബൈ ക്യാഷ് കൗണ്ടർ എന്നൊക്കെ പറയുന്ന സമയത്ത് ഐ വെൻറ്റ് ടു ദ നിയർ ബൈ ATM. ഐ വെൻറ്റ് ഡിറക്ട്ലി, അത് ആദ്യം പറയാം. ഐ വെൻറ്റ് ഡിറക്ട്ലി ടു ദ നിയർ. ഇത് എല്ലാ സെൻറ്റൻസുകളും പല രീതിയിൽ പറയാട്ടോ. പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു രീതിയാണ് എടുക്കുന്നത്. ഐ വെൻറ്റ് ഡിറക്ട്ലി ടു ദ നിയർ ബൈ ATM. ഒന്ന് പറഞ്ഞു നോക്കിയേ അജയ്. I went directly to the nearby ATM. Yes, I went directly to the nearby ATM. ഒന്ന് പറഞ്ഞു നോക്കുക അഭിനവ്. I went directly to the nearby ATM. You're right. Okay. അങ്ങനെയാണെങ്കിൽ ഒരു വെജിറ്റബിൾ ഷോപ്പിനരികിലേക്ക് ഞാൻ നേരെ ഒരു വെജിറ്റബിൾ ഷോപ്പിനരികിലേക്ക് പോയി. എങ്ങനെ പറയും അഭിനവ്? ഒന്ന് പറഞ്ഞേ. I went directly to the nearby vegetable shop. Yes, I went directly to the nearby vegetable shop. Vegetable shop. Vegetable. Okay. Vegetable. ഓക്കെ, വെജിറ്റബിൾ ഷോപ്പ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു KCBയിലും എവിടേക്ക് പോയിട്ട് ബില്ലടയ്ക്കില്ലേ? അപ്പോൾ ബില്ലടയ്ക്കാൻ പോകുമ്പോൾ നമ്മൾ പറയാണ് ഞാൻ നേരെ ബിൽ കൗണ്ടറിന് അരികിലേക്ക് പോയി. നമ്മളിപ്പോൾ ചോദിക്കുമല്ലോ എവിടെയാണ് ബിൽ കൗണ്ടർ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയില്ല നേരെ പോയാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ നേരെ ബിൽ കൗണ്ടറിന് അരികിലേക്ക് പോയി. അങ്ങനെ പറയാ ചെയ്യും? I went directly to nearby the bill counter. അപ്പോൾ നിയർ ബൈ ബിൽ കൗണ്ടർ. ഐ വെൻറ്റ് ഡിറക്ട്ലി ടു ഒരു എന്നുണ്ടെങ്കിൽ എന്ന് പറയാം, അല്ലെ ഇതാന്ന് പറയാം കേട്ടോ. ഐ വെൻറ്റ് ഡിറക്ട്ലി ടു എ നിയർ ബൈ ബിൽ കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു ബിൽ കൗണ്ടറിൻ്റെ അരികിലേക്ക് പോയി. കാരണം അവിടെ ഒന്നിലധികം ബിൽ കൗണ്ടർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇതാന്ന് പറഞ്ഞാൽ മതി. ഐ വെൻറ്റ് ഡിറക്ട്ലി ടു ദ നിയർ ബൈ ബിൽ കൗണ്ടർ. ഓക്കെ, അങ്ങനെ എന്ത് വേണമെങ്കിലും ആ നിയർ ബൈ ഉപയോഗിച്ചുകൊണ്ട് പറയാം. ഇനിയിപ്പോൾ എന്താ പറയുക, എൻ്റെ സുഹൃത്ത് എൻ്റെ അരികിലേക്ക് വന്നു എന്നാണെങ്കിൽ അവിടെ നിയർ ബൈ എന്ന് വേണമെന്നില്ല, നിയർ എന്ന് വന്നാൽ മതി. മൈ ഫ്രണ്ട് കെയിം വന്നു നിയർ മീ. എങ്ങനെ പറയും? മൈ ഫ്രണ്ട് കെയിം, എൻ്റെ സുഹൃത്ത് വന്നു എങ്ങോട്ട്? നിയർ മീ, എൻ്റെ അടുത്തേക്ക്. കം എന്ന് പറഞ്ഞാൽ വരിക, കെയിം എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ്. മൈ ഫ്രണ്ട് കെയിം നിയർ മീ എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത് എൻ്റെ അരികിലേക്ക് വന്നു എന്നർത്ഥം. എങ്ങനെ പറയും അജയ്? മൈ ഫ്രണ്ട് കെയിം നിയർ മീ. എങ്ങനെ പറയാം അഭിനവേ? My friend came near me. My friend came near me. വെരി ഗുഡ്. ആ ഒരു സംഭവം കിട്ടിയല്ലോ. ആ ഡയറക്ട്ലി നിയർ ബൈ നിയർ മീ എന്നൊക്കെയുള്ള കിട്ടിയല്ലേ? ഓക്കെ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ കൺഫ്യൂഷൻ ഉണ്ട്, ഒന്ന് ബാക്കോട്ട് അടിച്ചിട്ടൊന്ന് കണ്ടാൽ മതി. നിങ്ങൾ ഇതിനു മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കണ്ടില്ല നമ്മുടെ ഐഡിയയിലേക്ക് വരാൻ പറ്റില്ല കേട്ടോ. അത് ഭയങ്കര കൺഫ്യൂഷൻ തന്നെയായിരിക്കും. അതെല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. പല വാക്കുകളും ഞാൻ അതിൽ പറഞ്ഞു പോയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോകളൊക്കെ. അതൊക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടില്ല, അതൊക്കെ മറന്നുപോകും. ഞാൻ അന്ന് കുറേ വാക്കുകൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഒക്ര എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഒക്ര എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യും? വെണ്ടയ്ക്ക. വെരി ഗുഡ്. അതുപോലെ പ്ലാന്റെയിൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാലോ? പഴം. പഴം. നേന്ത്രപ്പഴത്തിനാണ് പ്ലാന്റെയിൻ ഫ്രൂട്ട്. ഒക്ര എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്കയാണ്. പിന്നെ പ്ലാന്റെയിൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നേന്ത്രപ്പഴമാണ്. അതുപോലെ തന്നെ അയല, മത്തി ഒക്കെ ഉണ്ട്. ഓർമ്മയുണ്ടെങ്കിലും മാക്രിൽ. അതെ, വെരി ഗുഡ്. മാക്രിൽ എന്ന് പറഞ്ഞാൽ അയലയാണ്. മാക്രിൽ ഫിഷ്. അതേസമയം സാഡിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും സാരഡിൻ എന്നാണ്. നമുക്ക് സ്പെല്ലിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് സാരഡിൻ എന്ന് വേണേൽ പഠിക്കാം. SARDINE. മറ്റേ ചാള, മത്തി എന്നൊക്കെ പറയല്ലേ, ആ ഫിഷാണ്. അതിന് പറയുന്ന ഉച്ചാരണം സാഡിൻ എന്നാണ്. സാഡിൻ. സ്പെല്ലിങ് സാരി ടിന്നിലടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഓർപ്പിച്ച് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ SARDINE എന്നാണ്
പക്ഷെ ഉച്ചാരണം സാഡിൻ, സാഡിൻ ഫിഷ്. ഓക്കെ, ഓക്കെ. അത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഒക്ര, പ്ലാന്റെയിൻ ഫ്രൂട്ട്, മാക്രിൽ, സാഡിൻ ഫിഷ്. അതുപോലെ തന്നെ നമ്മൾ ഉലുവ ഓർമ്മയുണ്ടോ? ഉലുവ, ഫെന്യൂഗ്രീക്ക്. Fenugreek. ആ, അതുപോലെ ചെറിയ ജീരകം വലിയ ജീരകം ഉണ്ടല്ലോ. അതിൽ നമ്മൾ വലിയ ജീരകത്തിന് ഫെനൽ സീഡ്, FENNLSEED, ഫെനൽ സീഡ്. ഫെന്യൂഗ്രീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉലുവ. ഉലുവ. ആ, ഓർമ്മയുണ്ടോ? അത് ഇതൊക്കെ നിങ്ങൾ ചെറിയൊരു പേപ്പറിൽ എഴുതി പോക്കറ്റിലിടുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നന്നായിട്ട് ഓർമ്മയിലേക്ക് നിൽക്കും. അതല്ല മൊബൈലിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ച് പിന്നെ പഠിക്കാന്ന് വെച്ചാൽ ആരും എടുത്ത് നോക്കില്ല, മറന്നു പോകും. ഫിസിക്കലായിട്ടുള്ള ചെറിയ കഷ്ണം പേപ്പറിൽ ഇങ്ങനെ എഴുതിയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾ പോക്കറ്റിലിടുക, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ചേക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ എടുത്ത് നോക്കാൻ പറ്റണം. അപ്പോൾ പിന്നെ ഒരിക്കലും മറന്നു പോകില്ല. ഫെന്യൂഗ്രീക്ക് എന്ന് പറയും? Fenugreek. ആ, ഇനി ഉലുവയ്ക്കാണെങ്കിൽ വലിയ ജീരകത്തിലാണെങ്കിൽ ഫെനൽ സീഡ്. Fennel seed. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാക്രിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അയല. അയല. മത്തിക്ക് എന്താ പറയുന്നത് അറിയാ ജയ്? സാലഡ്. സാഡീൻ. സാഡ്. സാഡീൻ, സാഡീൻ. സാഡി. സാരി. സാരി ടിന്നിലിടുന്ന ഓർത്താൽ മതി, സാരഡീൻ. അപ്പൊ ആറുണ്ടാവും, പക്ഷെ ഉച്ചാരണത്തിൽ ആറില്ല, സാരിൻ എന്ന് പറയുള്ളൂ. സാരിൻ, സാരിൻ. ഓക്കെ, ഓക്കെ. അപ്പോൾ സാഡായിട്ടുള്ള ഫിഷാണെന്ന് ഓർത്താൽ മതി. ആര്? മത്തി. മത്തി അല്ലെങ്കിൽ ചാള. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. പിന്നെ ആളുകൾ ചോദിച്ചതിൽ ഒരു കൺഫ്യൂഷൻ വന്നതാണ്. നമ്മളിപ്പോൾ വാങ്ങി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ബുക്ക് വാങ്ങിയെന്ന് എങ്ങനെ ചോദിക്കും? Did you buy a book? Did you buy a book? അപ്പോൾ ഞാൻ ബുക്ക് വാങ്ങിയെന്നുള്ളതിന് എന്ത് പറയും? Yes, I bought. I bought. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക, ബോട്ട് വാങ്ങി എന്നാണ്, BOUGH. ഞാൻ പറഞ്ഞില്ലായിരുന്നു പണ്ട് ബോട്ട് വാങ്ങി എന്ന് ഓർത്താൽ മതി എന്ന്. നമ്മൾ കടലിലിറക്കുന്ന ബോട്ട് വാങ്ങി എന്ന് ഓർത്താൽ മതി, ബോട്ട്. ഓക്കെ, ഐ ബോട്ട് ദാറ്റ് ബുക്ക്. ഐ ബോട്ട് എ ന്യൂ ബുക്ക്. ഞാനൊരു പുതിയ ബുക്ക് വാങ്ങി. അപ്പോൾ നമ്മൾ പറയാണ്, ഇല്ല ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. നീ എന്താ അവിടെ നിന്ന് വാങ്ങിച്ചത്? നമ്മൾ പലപ്പോഴും പല ആളുകളും ടൂറൊക്കെ വരുമ്പോൾ ആൾക്കാർ ചോദിക്കുമല്ലോ, എന്താ അവിടെ നിന്ന് വാങ്ങിച്ചത്? ഞാനൊന്നും വാങ്ങിച്ചില്ല. എങ്ങനെ പറയും? ഐ ബോട്ട് നത്തിങ്. നത്തിങ്, NOTHING, നത്തിങ്. ഐ ബോട്ട് നത്തിങ്. എന്ത് പറയും അഭിനവേ? I bought nothing. ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഐ ഡിൻറ്റ് ബൈ എനിത്തിങ്. ഐ ഡിൻറ്റ് ബൈ എനിത്തിങ്. ശരിക്കും വാങ്ങിയില്ല എന്നാകുമ്പോൾ ഡിൻറ്റ് വേണമല്ലോ. ഡിഡിൻറ്റ് എന്നുള്ള വേണ്ട, ഡിഡിൻറ്റ്. ഐ ഡിഡിൻറ്റ് ബൈ എനിത്തിങ്. എനിത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നും. ഒരു സാധനവും ഞാൻ ഐ ഡിഡിൻറ്റ് ബൈ, ഞാൻ വാങ്ങിച്ചില്ല. ഐ ഡിഡിൻറ്റ് ബൈ എനിത്തിങ്. ഇനി അത് വേറെ രീതി പറയാം, ഐ ബോട്ട് നത്തിങ്. ഞാൻ ഒന്നും വാങ്ങിച്ചില്ല, ഞാൻ വാങ്ങിച്ചു നത്തിങ്, ഒന്നും. അപ്പോൾ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നല്ലേ? അപ്പോൾ ഒന്നും ഞാൻ വാങ്ങിച്ചില്ല. ഓക്കെ, ഒന്നെങ്കിൽ ഐ ബോട്ട് നത്തിങ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഡിഡ്ന്റ് ബൈ എനിത്തിങ്. എങ്ങനെ പറയും അജയ്? ഐ ഡിഡ്ന്റ് ബൈ എനിത്തിങ്. ഐ ഡിഡ്ന്റ് ബൈ എനിത്തിങ്. അല്ലെങ്കിൽ എങ്ങനെ പറയും അഭിനവേ? I bought nothing. ഐ ബോട്ട് നത്തിങ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ്? നമ്മളൊരു കാര്യം ചെയ്തോന്ന് ചോദിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഡിൻറ്റ് ആണ് പറയുന്നത്. നമ്മൾ ആ ഡിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് അല്ലേ? ഇപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്ന് ഞാൻ ചോദിക്കാം, ഡിഡ് യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? അപ്പോൾ എങ്ങനെ പറയാം അഭിനവ്? കഴിച്ചില്ല എന്നാണെങ്കിൽ No, I hadn't. നോ ഐ ഹാഡിനെ പറയുന്നത് നല്ലത്. നോ ഐ ഡിൻറ്റ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. നോ ഐ ഡിൻറ്റ്. Okay. നീ ഐ ഹാഡ് എന്ന് വേണമെങ്കിൽ പറയാം, കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ നമുക്ക് ഐ ഡിൻറ്റ് ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഡിഡ് യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? ഒരു ഫോൺ കൊണ്ടോ, ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് കട്ട് ചെയ്തേക്കട്ടെ. ഓക്കെ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്ന് എങ്ങനെ പറയും? No, I didn't have breakfast. നോ ഐ ഡിൻറ്റ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. നോ ഐ ഡിൻറ്റ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അത്രയുള്ള സംഭവം, സിമ്പിളാണ് കേട്ടോ. അതേപോലെ ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കാറുണ്ട്. ഒരു സാധനം വാങ്ങുന്നതിന് പകരമായി മറ്റൊരു സാധനം വാങ്ങിച്ചെന്ന്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ, ഞാൻ കാപ്പി കുടിക്കുന്നതിന് പകരമായിട്ട് ചായ കുടിച്ചു. എന്താ അങ്ങനെ പറയാറില്ലേ നമ്മൾ? എൻ്റെ ഫ്രണ്ട് എന്താ പറയുക, ചപ്പാത്തി കഴിച്ചു, ഞാൻ പൊറോട്ട കഴിച്ചു. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഞാൻ ചപ്പാത്തിക്ക് പകരം പൊറോട്ട കഴിച്ചു എന്ന് പറയില്ലേ? ഇപ്പം ഇങ്ങനെ പകരമായി എന്ന് പറയാനുള്ളൊരു വേർഡാണ് ഇൻസ്റ്റെഡ് ഓഫ്. ഇൻസ്റ്റെഡ് ഓഫ്, INSTEADOF. ഇൻസ്റ്റെഡ് ഓഫ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ. അജയ് എന്ന് പറഞ്ഞേ ഇൻസ്റ്റെഡ് ഓഫ്. അഭിനവ് പറഞ്ഞേ ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറഞ്ഞാൽ, ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് പകരമായി. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറയാണ്,
ഞാൻ ദോശ ഓർഡർ ചെയ്തു, പക്ഷേ എൻ്റെ ഫ്രണ്ട് പൊറോട്ട ഓർഡർ ചെയ്തു. ദോശയ്ക്ക് പകരം പൊറോട്ട ഓർഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ ദോശ ഓർഡർ ചെയ്തു, പക്ഷേ എൻ്റെ ഫ്രണ്ട് ദോശയ്ക്ക് പകരം പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. അതാണ് നമുക്ക് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എന്താ ഓർഡർ ചെയ്തെന്ന് പറയാം. ഞാൻ എന്താ ഓർഡർ ചെയ്തത്? I ordered a dosha. യെസ്, ഐ ഓർഡേഡ് എ ദോശ. പക്ഷേ എൻ്റെ ഫ്രണ്ട് ദോശയ്ക്ക് പകരം പൊറോട്ട ഓർഡർ ചെയ്തു. അപ്പോൾ പിന്നെ നമ്മുടെ സുഹൃത്ത് എന്താ ഓർഡർ ചെയ്ത്? Porota. അപ്പോൾ എങ്ങനെ പറയും? ബട്ട് മൈ ഫ്രണ്ട് ഓർഡേഡ് instead of അല്ല, മൈ ഫ്രണ്ട് എന്താ, എൻ്റെ ഫ്രണ്ട് എന്താ ഓർഡർ ചെയ്ത്? porota. അത് പറഞ്ഞാൽ മതി. ആദ്യം ഞാൻ എന്താ ഓർഡർ ചെയ്തെന്ന് പറയാം. എങ്ങനെ പറയും? I ordered a dosha. ഐ ഓർഡേഡ് ദോശ, പക്ഷേ But my friend ബട്ട് വേണേ. my friend ordered a porota. ബട്ട് മൈ ഫ്രണ്ട് ഓർഡേഡ് എ പൊറോട്ട. പിന്നെയാണ് വേണ്ടത് ഇൻസ്റ്റെഡ് ഓഫ് ദോശ. ഇൻസ്റ്റെഡ് ഓഫ് ദോശ, ഞാൻ കഴിച്ച സാധനം അവസാനം പറഞ്ഞാൽ മതി. Okay. പകരമായി, ദോശയ്ക്ക് പകരമായി, ഇൻസ്റ്റെഡ് ഓഫ് ദോശ. Okay. അജയ്ക്ക് ഐഡിയ കിട്ടിയോ? കിട്ടി സാർ. ഒന്നുകൂടി ഞാൻ വേറൊരു സംഭവം പറയാം. ഞാനൊരു ടീഷർട്ട് വാങ്ങി, പക്ഷേ എൻ്റെ ഫ്രണ്ട് ഒരു ജീൻസ് വാങ്ങിച്ചു. ടീഷർട്ട് വാങ്ങുന്നതിന് പകരമായിട്ട് ജീൻസ് വാങ്ങിച്ചു. ഓക്കെ, ഐ ബോട്ട് എ ടീഷർട്ട് ബൈ മൈ ഫ്രണ്ട് ബൈ അല്ല, വാങ്ങിന്നല്ലേ? ബോട്ട് സംഭവം രണ്ടും ഒരേപോലെ തന്നെ. ഐ ബോട്ട് ടീഷർട്ട് ബട്ട് മൈ ഫ്രണ്ട്, എൻ്റെ ഫ്രണ്ട് എന്താ വാങ്ങിച്ചത്? ജീൻസ്. അല്ലേ? സാർ ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഐ ബോട്ട് എ ടീഷർട്ട് ഐ ബോട്ട് എ ടീഷർട്ട് ബട്ട് മൈ ഫ്രണ്ട് ബോട്ട് എ ജീൻസ് ഇൻസ്റ്റെഡ് ഓഫ് ടീഷർട്ട്. അവിടെ അതാണ് വേണ്ടത്. ആ ഇൻസ്റ്റെഡ് ഓഫ് ആണ് അവിടെ വേണ്ടത്. ഇൻസ്റ്റെഡ് ഓഫ് ടീഷർട്ട്. ഓക്കെ, ഞാനവിടെ കൊടുത്തേക്കാം, നമുക്ക് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്. ഇൻസ്റ്റെഡ് ഓഫ് ഐ ബോട്ട് എ ടീഷർട്ട് ബട്ട് മൈ ഫ്രണ്ട് ബോട്ട് എന്താ വാങ്ങിച്ചത്? ജീൻസ് ഇൻസ്റ്റെഡ് ഓഫ് ടീഷർട്ട്. ഇതാണ് വേണ്ടത് കേട്ടോ. ഈ ഒരു സംഭവമാണ് വേണ്ടത്. ഓക്കെ, ഞാനേതായാലും ടെക്സ്റ്റ് എല്ലാവർക്കും കണ്ടിട്ട് ആ ടെക്സ്റ്റും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഒരെണ്ണം കൂടി ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ 1 കിലോഗ്രാം ഉള്ളി വാങ്ങിച്ചു. എൻ്റെ ഫ്രണ്ട് 1 കിലോഗ്രാം ചെറിയ ഉള്ളി, വെല്ലുള്ളിക്ക് പകരം ചെറിയ ഉള്ളി വാങ്ങിച്ചത്. ഈ ഉള്ളിക്ക് എന്താ പറയുക അഭിനവേ? Onion. ഒനിയൻ. ഈ ഒനിയൻ നല്ല ശരിക്കും ഉച്ചാരണം അനിയൻ. Onion. ഇളയാളുണ്ടല്ലോ, അനിയൻ. ശരിക്കും അങ്ങനെ പറഞ്ഞാൽ മതി, കറക്റ്റ് അതാണ് കേട്ടോ. നമ്മൾ ഒനിയൻ എന്ന് പറയും, പക്ഷേ ഒനിയൻ അല്ല, അനിയൻ. ഓക്കെ. യെസ്. എന്നാൽ ചെറിയ ഉള്ളിക്ക് എന്താ പറയുക? ചെറിയ ഉള്ളിക്ക് എന്താണെന്ന് പറയുന്നവർക്ക് പ്രത്യേക സമ്മാനം ഉണ്ടാവും. അജയ്ക്കറിയാം? ചെറിയ ഉള്ളിക്ക് പറയുന്ന പേരാണ് ഷാലറ്റ്സ്. SHALLOTS. ഷാലറ്റ്സ്. ഷാലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നല്ല ഭംഗിയുള്ള പേരാണ് ഷാലറ്റ്. ചില പെൺകുട്ടികളുടെ പേരൊക്കെ പോകുന്നുണ്ട് അല്ലേ? ഷാലറ്റ്. അപ്പോൾ ഷാലറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളിയാണ് കേട്ടോ. അല്ലാതെ സ്മോൾ ഒനിയൻ എന്നോ ഒന്നും പറയാൻ നിൽക്കണ്ട. ബിഗ് ഒനിയൻ, സ്മോൾ ഒനിയൻ എന്നൊന്നും വേണ്ട. അനിയൻ എന്നാണ് പറയേണ്ടത്. ചെറിയ ഉള്ളിക്കാണ് ഷാലറ്റ്സ്. SHALLOTS. അപ്പോൾ ഞാൻ എന്താ വാങ്ങിച്ചത്? 1 കിലോ അനിയൻ വാങ്ങിച്ചു. ബട്ട് മൈ ഫ്രണ്ട് ബോട്ട് 1 കിലോഗ്രാം ഷാലറ്റ്സ്. പിന്നെയാണ് എന്ത് വേണ്ടത്? ഇൻസ്റ്റെഡ് ഓഫ് എന്താണ് വേണ്ടത്? അനിയനാണ്, ഷാലറ്റ്സ് അല്ല. ഷാലറ്റ്സ് നമ്മൾ വാങ്ങിച്ച സാധനം എന്താണ്, അതാണ് ഇൻസ്റ്റെഡ് ഓഫ് പറഞ്ഞിട്ട് പറയേണ്ടത്. ഒന്നുകൂടി ശ്രദ്ധിക്കണേ. ഞാൻ 1 കിലോ സവോള വാങ്ങിച്ചു. എൻ്റെ ഫ്രണ്ട് സവോളയ്ക്ക് പകരം 1 കിലോ ചെറിയ ഉള്ളിയാണ് വാങ്ങിച്ചത്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എന്താ വാങ്ങിച്ചത്? 1 കിലോ onion. ഐ ബോട്ട് 1 kilogram onion but my friend bought 1 kilogram shallots instead of onion. പിന്നെ ഇൻസ്റ്റെഡ് ഓഫ് അതിൻ്റെ ഷാലറ്റ്സ് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് പകരം ഞാൻ വാങ്ങിയ സാധനം ഇൻസ്റ്റെഡ് ഓഫ് അനിയൻ. ഓക്കെ, അതാണ് അങ്ങനെ പറയേണ്ടത്. ഇനി അടുത്തത് നമ്മൾ പറയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കോഫീൻ്റെ സംഭവം എന്ന് പറയാമോ? ഞാൻ അജയനോട് ഒന്നുകൂടി ചോദിക്കട്ടെ. ഞാൻ കോഫി കഴിച്ചു, പക്ഷേ എൻ്റെ ഫ്രണ്ട് കോഫിക്ക് പകരം ചായയാണ് കഴിച്ചത്. ഞാൻ കോഫി കഴിച്ചു. കേൾക്കുന്നുണ്ടോ അജയ്? ഞാൻ കോഫി കഴിച്ചു എന്ന് അങ്ങനെ പറയും? I drank coffee. Okay, പറഞ്ഞോട്ടെ സാർ. അതെ, പറഞ്ഞോളൂ. I drank coffee but my friend drank എന്താണ്? tea instead of coffee. ഇൻസ്റ്റെഡ് ഓഫ് കോഫി. റൈറ്റ്. അവിടെ അജയൻ്റെ കൂടെ ആരോ പഠിക്കാനുണ്ടോ? ഇടയ്ക്ക് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. അനിയനുണ്ട്. അനിയൻ നന്നായി പഠിക്കുന്നില്ല. വെരി ഗുഡ്. ഓക്കെ, യെസ്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഡ്രാങ്ക് ആണ്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു വയ്ക്കേ. I drank a coffee but my friend drank a tea
instead of coffee. യെസ്, അതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഐ ഡ്രാങ്ക് കോഫി ബട്ട് മൈ ഫ്രണ്ട് ഡ്രാങ്ക് ടീ ഇൻസ്റ്റെഡ് ഓഫ് കോഫി. ഐ ഡ്രാങ്ക് കോഫി ബട്ട് മൈ ഫ്രണ്ട് ഡ്രാങ്ക് ടീ ഇൻസ്റ്റെഡ് ഓഫ് കോഫി. ഇതിങ്ങനെ വീണ്ടും വീണ്ടും ഉറക്കെ പറഞ്ഞു നോക്കണം കേട്ടോ. അങ്ങനെ ഉറക്കെ പറയുമ്പോഴാണ് നമുക്ക് സ്പീഡ് ലെവൽ കൂടി വരും കേട്ടോ. ഓക്കെ സർ. അപ്പോൾ ഈ ഒരു ഐഡിയ കിട്ടിയോ? യെസ് സർ. ഓക്കെ ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതിലൊരു സംഭവം നിങ്ങൾക്ക് ഐഡിയ കിട്ടി. ഓക്കെ, കൊള്ളാം. അപ്പോൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങളിൽ ഇതൊന്നും മറന്നു പോയിട്ടില്ലല്ലോ. നമ്മുടെ ഇതിനെന്താ പറയുക, വെണ്ടയ്ക്കൊക്കെ എന്താ പറയുക അജയ്? ഓക്ര. വെരി ഗുഡ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നേന്ത്രപ്പഴത്തിന് എന്താ പറയുക അഭിനവ്? പ്ലാന്റെയിൻ. ഓക്കെ ഓക്കെ ഓക്കെ, റൈറ്റ്. ഇപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി അവിടെ വെച്ച് 1 കിലോ വെണ്ടയ്ക്കയും 1 കിലോ അല്ലെ ഒരു 1/2 കിലോ വെണ്ടയ്ക്കയും 1 കിലോ നേന്ത്രപ്പഴവും വാങ്ങിച്ചു. ഒന്ന് പറഞ്ഞാൽ നോക്കാവോ? സാർ ഒന്നുകൂടി പറയാമോ? ഞാൻ അപ്പോൾ അതായത് വേണമെങ്കിൽ പറയാം, നമ്മൾ രണ്ടാൾ നമ്മൾ സുഹൃത്തുക്കൾ ഒരുമിച്ച് വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് മാർക്കറ്റിൽ പോയി. അവിടെ വെച്ച് 1/2 കിലോ വെണ്ടയ്ക്കയും 1 കിലോ നേന്ത്രപ്പഴവും വാങ്ങിച്ചു. അപ്പം ഞങ്ങൾ ഒരുമിച്ച് പോയി എന്നാണ് കേട്ടോ. അല്ലെ ഞങ്ങൾ മാർക്കറ്റിൽ പോയി, അങ്ങനെ പറയും. We went to a supermarket. We went to a supermarket അല്ലെ we went to a market. Where I bought. Where I bought. ഓർമ്മയുണ്ടല്ലോ നമ്മൾ പണ്ട് പഠിച്ച അവിടെ വെച്ചെന്നുള്ളതിന് where I bought 1 kg of 1 kilogram. എന്തായിരുന്നു വാങ്ങി? 1 kilogram plantain fruit. 1 kilogram plantain fruit. And half kilogram. Half kilogram. Onion. Half kilogram of okra. അല്ലേ? Okra. വെണ്ടയ്ക്കല്ലേ പറഞ്ഞേ? Okay. ഓക്കെ ഓക്കെ ഓക്കെ, റൈറ്റ്. അപ്പോൾ അതൊന്ന് അജയ്, സോറി അഭിനവ് ഒന്ന് പറഞ്ഞേ. ഞങ്ങൾ മാർക്കറ്റിൽ പോയി അവിടുന്ന് 1/2 കിലോഗ്രാം ഒക്രയും 1 കിലോഗ്രാം പ്ലാന്റൈൻ ഫ്രൂട്ടും വാങ്ങിച്ചു. We went to supermarket where I bought half kilogram okra. Yes. And 1 kilogram plantain. Plantain fruit. That's really good. Okay. Yes. ഇനി അടുത്ത് അപ്പോൾ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് എന്ന് പറയുമ്പോൾ ടുഗെദർ, ഒരുമിച്ച് എന്നുണ്ടെങ്കിൽ ടുഗെദർ വേണം. ഞങ്ങൾ We went to supermarket together where I bought half kilogram of okra and some plantain fruit, അല്ലെങ്കിൽ 1 kilogram plantain fruit. ഓക്കെ. ഇനിയിപ്പോൾ ഇങ്ങനെ പറയാണ്, ഞങ്ങൾ മാർക്കറ്റിൽ പോയി അവിടെ വെച്ചിട്ട് 1/2 കിലോഗ്രാം ഒക്ര വാങ്ങിച്ചു, അതുപോലെ കുറച്ച്, അങ്ങനെ പറയല്ലോ നമ്മൾ, കുറച്ച് പ്ലാന്റൈൻ ഫ്രൂട്ട് വാങ്ങിച്ചെന്ന് പറയല്ലോ. അപ്പോൾ കുറച്ചെന്നാണ് സം പ്ലാന്റൈൻ ഫ്രൂട്ട്. ഓക്കെ. റൈറ്റ്. ഇനി വേണമെങ്കിൽ അതേപോലെ ഒരു ഇതോട് വേണമെങ്കിൽ തരാം. എൻ്റെ സുഹൃത്ത് 1 കിലോഗ്രാം അയലയില്ലേ, ഫിഷ് അയലയും കുറച്ച് വീട്ടു സാധനങ്ങളും വാങ്ങിച്ചു. എൻ്റെ ഫ്രണ്ട് 1 കിലോഗ്രാം അയലയും കുറച്ച് വീട്ടു സാധനങ്ങളും വാങ്ങിച്ചു. അയല മീൻ. ഓക്കെ. My friend bought 1 kilogram mackerel. Okay. And bought some groceries. Yes. ഇവിടെ ആൻഡ് വരാണെങ്കിൽ പിന്നെ ബോട്ട് പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആൻഡ് സം ഗ്രോസറീസ് എന്ന് പറഞ്ഞാൽ മതി. And some groceries. Okay. And some groceries. Okay. My friend bought 1 kilogram of mackerel fish എന്ന് വേണമെങ്കിൽ പറയാം. And some groceries. Okay. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളൊരു കാര്യം കഴിഞ്ഞിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോകുമ്പോൾ പിന്നീട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഈ പിന്നീട് നമ്മളെല്ലാവരും ദെൻ എന്നാണ് അധികവും ഉപയോഗിക്കുന്നത്. അങ്ങനെ പോരാ, മാറി ഉപയോഗിക്കുക. ഞാൻ മുമ്പൊരു വേർഡ് പറയുന്നു ലേറ്റർ, ഓർമ്മയില്ലേ? ലേറ്റർ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദെൻ, ലേറ്റർ, ആഫ്റ്റർവേർഡ്സ് എന്ന് പറയില്ലേ? ആഫ്റ്റർവേർഡ്സ്. ഓക്കെ. ആഫ്റ്റർവേർഡ്സ് എന്നുള്ളതും ദെൻ, ലേറ്റർ എന്നുള്ളതും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ദെൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിന്നീട്. പിന്നെയോ ആഫ്റ്റർവേർഡ്സ് എന്നോ? പിന്നീട്. ഓക്കെ. WARDS ആണ് കേട്ടോ, ഞാൻ ടൈപ്പ് ചെയ്തിട്ടേക്കാം. ഓക്കെ. ആഫ്റ്റർവേർഡ്സ്. ഓക്കെ. ആഫ്റ്റർവേർഡ്സ് എന്ന് പറയാം, ദെൻ എന്ന് പറയാം, പിന്നെ ലേറ്റർ എന്ന് പറയാം. ഇനി ആ സമയത്ത് എന്ന് പറയാനാണെങ്കിൽ അതിനുശേഷം, ആ സമയത്ത് നിന്നാണെങ്കിൽ അറ്റ് ദാറ്റ് ടൈം ആണ് കേട്ടോ. അറ്റ് ദാറ്റ് ടൈം. ഇപ്പോൾ ഉദാഹരണം പറയാണ്, ആ സമയത്ത് എൻ്റെ ഫോൺ ബെല്ലടിച്ചു, അല്ലെ ആ സമയത്ത് അവനിവിടെ വന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫോൺ ബെല്ലടിച്ചു എന്ന് എങ്ങനെ പറയും? At that time my phone rang. മൈ ഫോൺ റിംഗ് ചെയ്യോ? റാങ് വേണം. റിംഗ് എന്ന് പറഞ്ഞാൽ ഫോൺ അടിക്കുക, റാങ് എന്ന് പറഞ്ഞാൽ ഫോൺ അടിച്ചു. ബെല്ലടിച്ചു എന്ന് പറയുമ്പോൾ റിംഗ്, റാങ് എന്നാണ്. അപ്പോൾ രണ്ടാമത്തെ റാങ് ആണ്, RANG, റാങ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫോൺ ബെല്ലടിച്ചെന്ന് തന്നെ പറയും
At that time, my phone rang. യെസ് അറ്റ് ദാറ്റ് ടൈം മൈ ഫോൺ റാങ്. ഓക്കെ, യെസ്. ഇനി ഈ ആഫ്റ്റർ വേർഡ്സിന് വരെ വേറൊരു കാര്യം കൂടെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് അങ്ങനെയും പറയാം. ഓക്കെ, അത് നമ്മൾ പറയാറില്ലേ? അതിന് ശേഷം എന്നുള്ളതിന് ആഫ്റ്റർ ദാറ്റ് എന്ന് പറയല്ലേ? ഓക്കെ. പിന്നീട് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് എന്നും പറയാം. അറ്റ് ദാറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നിന്നാണ്. ഇവിടെ ആഫ്റ്റർ ദാറ്റ്. അപ്പോൾ ഏതൊക്കെ വേർഡ് വന്നു? ദെൻ, ലേറ്റർ, ആഫ്റ്റർവേർഡ്സ്, ആഫ്റ്റർ ദാറ്റ്. ഇത്രയും സംഭവങ്ങൾ വന്നു കേട്ടോ. അപ്പം ഇതിലൊക്കെ എന്താ ഉപയോഗിക്കാം? പിന്നീടാണ്. അപ്പോൾ പിന്നീടിന്റെ മീനിങ് ഏതൊക്കെയാണ്? Then, afterwards, after that, later. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ മാറി മാറി ഉപയോഗിക്കാം, ഒന്ന് തന്നെ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ അതേസമയം ഒരു അല്പസമയം എന്ന് പറയാനാണെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കരുത്. സംടൈംസ് ആൾക്കാർ പറയാം, അങ്ങനെയല്ല. സംടൈംസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതല്ല ഇവിടെ വേണ്ടത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചു, അല്ലെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കാത്തു നിന്നു. നമ്മളൊരാളെ വെയിറ്റ് ചെയ്യുമ്പോൾ പറയില്ല, ഞങ്ങൾ കുറച്ച് നേരം അവനെ നോക്കി നിന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ നോക്കി നിന്നു എന്നെങ്ങനെ പറയും? ഞങ്ങൾ കാത്തിരുന്നു എന്നെങ്ങനെ പറയും? കാത്തിരിക്കാൻ വെയിറ്റഡ് വേണം. വി വെയിറ്റഡ് ഫോർ എ വൈൽ. FORWHILE, while. We waited there for a while. ഞങ്ങൾ അല്പസമയം അവിടെ കാത്തു നിന്നു. ഇപ്പോൾ നമ്മൾ പറയാണ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ കാത്തു നിന്നു, 5 മിനിറ്റ് അല്ലെങ്കിൽ കുറച്ച് നേരം കാത്തു നിന്നു, ഒരു 5 മിനിറ്റിനുള്ളിൽ ബസ് വന്നു, അങ്ങനെ പറയില്ലേ? നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ട് നമ്മൾ പറയില്ലേ, അല്പസമയം ഞങ്ങളവിടെ നോക്കി നിന്നു, അപ്പോഴത്തേക്കും ബസ് വന്നു, 5 മിനിറ്റ് കൊണ്ട് ബസ് വന്നു, അങ്ങനെ പറയില്ലേ? അപ്പോൾ അങ്ങനെ തന്നെ വേണേൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഞങ്ങൾ അല്പസമയം അവിടെ കാത്തു നിന്നു, 5 മിനിറ്റിനുള്ളിൽ ബസ് വന്നു, എന്ന് പറയും. We waited together for a while. Together വേണ്ട, ഒരുമിച്ച് എന്നുള്ള ഇവിടെ ഇല്ലല്ലോ. We waited there for a while. Okay. We waited there a while. There for a while. We waited there for a while. ഈ for a while എന്നുള്ള ഒരുമിച്ച് പറയേണ്ട കാര്യമാണ്. ഈ for a whileന്റെ മീനിങ് ആണ് അല്പസമയം. FORAWHILE. For a while എന്ന് പറഞ്ഞാൽ അല്പസമയം. ഓക്കെ. അപ്പോൾ we waited there, ഞങ്ങൾ അവിടെ കാത്തു നിന്നു, for a while അല്പസമയം. We waited there, ഞങ്ങൾ അവിടെ കാത്തു നിന്നു, for a while അല്പസമയം. പറഞ്ഞു നോക്കിയേ അജയ്. We waited there for a while. റൈറ്റ്. അപ്പോൾ ഒരു ബസ് 5 മിനിറ്റ് കൊണ്ട് വന്നു. എ ബസ് അറൈവ്ഡ് വിത്തിൻ 5 മിനിറ്റ്സ്. വിത്തിൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, WITHIN, വിതിൻ. വിത്തിൻ എന്ന് പറയരുത്, വിതിൻ. വിത്ത് എന്ന് പറയാൻ പാടില്ല, വിതിൻ. വിത്തിൻ. ഓക്കെ, വിത്തിൻ. ഓക്കെ, എ ബസ് അറൈവ്ഡ്, ഒരു ബസ് വന്നു, വിതിൻ 5 മിനിറ്റ്സ്. We waited for a while. A bus arrived within 5 minutes. Very good. ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ. We waited for a while. A bus arrived within 5 minutes. That's very well. You did it very well. Okay. Yes. ഞാൻ ബസ്സിൽ കയറി എന്നാണെങ്കിലോ? Sir. ഞങ്ങൾ ബസ്സിൽ കയറി, ഞങ്ങൾ ബസ്സിൽ കയറി. We went get inside. Get inside-നേക്കാൾ നല്ലത് we got on. Get on കയറുക, got on കയറി. Got on എന്ത് പറയും? Got on. We got on the bus എന്ത് പറയും? We got on the bus. We got on the bus. നമ്മൾ പറയുമ്പോൾ ഒരുമിച്ച് പറയാം. ഗോട്ട് എന്നുള്ളതൊക്കെ ഡാന്നായി പോകും. ഗോഡ് ഓൺ. We got on the bus എന്ന് പറയും? We got on the bus. അങ്ങനെയാണ് ബസ്സിൽ നിന്ന് ഇറങ്ങിയെന്ന് എന്ത് പറയും? Get down. Got off. We got off the bus. ഓണും ഓഫും ഓർത്താൽ മതി. Okay. നമ്മൾ ഓൺ ചെയ്യുക, ഓഫ് ചെയ്യാന്ന് പറയില്ലേ? We got on the bus, we got off the bus. Okay. എന്ന് പറയും? We got on the bus and we got off the bus. Yes, സിമ്പിൾ ആണ്. ഈ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാകേണ്ടത്. ഇത് ആളുകൾ ഒരുപാട് ചോദിച്ചൊരു സംശയങ്ങളൊന്നായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ 4 വീഡിയോകളിലായിട്ട് പലപ്പോഴും പല സമയത്തും വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചതും, അതേപോലെ തന്നെ നിങ്ങളുടെ നോക്കിയാൽ ഓരോ വീഡിയോൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പരമാവധി കാര്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സർ, ഞാൻ ഇതിപ്പോ ബസ്സിന് പകരം നമ്മളൊരു കാറിൽ കയറിയെന്നാണെങ്കിലും റൈറ്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് വ്യത്യാസമുണ്ട്. കാറ്, ട്രെയിന്, ഇങ്ങനത്തെ നമ്മൾ ഇന്നും ഓണും ആ ഒരു സെഷൻ തന്നെ എടുക്കുക. അതിന് വേണ്ടിയിട്ട് അത് കുറച്ച് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. ഇന്ന് എവിടെയാണ് ഉപയോഗിക്കുക, ഓൺ എവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ളതിനെ പറ്റി ഒരു സംഭവം തന്നെ അതിൽ പറയാനുണ്ട്. ഓക്കെ. അത് മാത്രമല്ല നമുക്ക് അതിലൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാനുമുള്ള സാധ്യതയുള്ളതുകൊണ്ട് അതൊരു സെപ്പറേറ്റ് ഒരു സെഷൻ തന്നെ എടുക്കാം. ഇന്ന് ഏതായാലും നമുക്ക് ഈ ഒരു സംഭവം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് പറയാം. ഓക്കെ.
ഇൻ ദ കാർ എന്നും അതുപോലെ തന്നെ ബസ്സിൽ എന്താണ് ഓൺ ദ ബസ് എന്നും ഒക്കെ പറയുന്നതിനെ പറ്റി നമുക്ക് പറയാനുണ്ട്. ഓൺ ദ ഫ്ലൈറ്റ്, ഇൻ ദ അങ്ങനെയൊക്കെ പറയുമോ? ഇനി ഇപ്പോൾ നമ്മൾ ബൈക്കിലാണെങ്കിൽ ഇൻ ദ ബൈക്ക് ആണോ ഓൺ ദ ബൈക്കാണോ പറയുക, അങ്ങനെയൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അത് നമുക്ക് എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതൊരു ആവശ്യമുള്ള സംഭവമാണ്, ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ആ സെഷൻ നമുക്ക് എടുക്കാനുള്ളതാണ്. 2 സെഷൻ കഴിഞ്ഞ് അതാണ് വരാനുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ ഞാൻ ഇതുവരെ ഈ പറഞ്ഞ സംഭവത്തിലുള്ള കൺഫ്യൂഷനുകൾ കോമൺ ആയിട്ട് വീണ്ടും കുറേ കാര്യങ്ങൾ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഇവർ ചോദിച്ച പോലെ. അപ്പോൾ അത് പിന്നീട് എടുക്കാനുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാനത് പറഞ്ഞിട്ടില്ല. ഉദാഹരണമായിട്ട് പറയണമെങ്കിൽ വാസ്വേറിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യം ഇവർ പറഞ്ഞില്ലേ, അതുപോലെ ഹാസ് ബീൻ, ഹാവ് ബീൻ. അതേപോലെ ഒരാൾ ചോദിച്ചൊരു സംഭവമായിരുന്നു കേട്ടോ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഡൽഹിയിൽ പോയി എന്ന് പറയുന്ന സമയത്ത് ഐ ഹാവ് ബീൻ ടു ഡൽഹി എന്ന് പറഞ്ഞാൽ പോരെ, ഐ ഹാവ് ബീൻ ടു ഡൽഹി, ഐ ഹാവ് ബീൻ ടു ഡൽഹി. തീർച്ചയായിട്ടും മതി. ഐ ഹാവ് ബീൻ ടു ഡൽഹി എന്ന് പറഞ്ഞാൽ ഞാൻ ഡൽഹിയിൽ പോയിട്ടുണ്ടെന്നാണ്. എന്നാൽ ഞാൻ പറയാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഡൽഹിയിൽ പോയി എന്നാണെങ്കിൽ ഐ ഹാവ് ബീൻ ടു ഡൽഹി ലാസ്റ്റ് വീക്ക് എന്ന് പറയാൻ പാടില്ല. അവിടെ നമ്മൾ കറക്റ്റായിട്ട് ഐ വെൻറ്റ് ടു ഡൽഹി ലാസ്റ്റ് വീക്ക് എന്നാണ് പറയേണ്ടത്. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ സെഷനിലൊക്കെ ഒരു സമയം അങ്ങനെ വെച്ചിട്ടാണ് പറയുന്നത്. ആ സമയം പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം അതില്ലാതെ പറഞ്ഞിട്ട് പറയുന്നത്. അതായത് യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു കാലിക്കറ്റ്, യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു മൈ ഫ്രണ്ട്സ് ഹോം, യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ദ ബാങ്ക്. അങ്ങനെ അത് ആ യെസ്റ്റർഡേ പറയുന്നതിന് മുമ്പ് പറഞ്ഞത് യെസ്റ്റർഡേയും കൂടി കൂട്ടി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പഠിച്ചത്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മാത്രമല്ല ഞാൻ ബാങ്കിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഡൽഹിയിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ബാംഗ്ലൂർ പോയിട്ടുണ്ടെന്ന് ഉള്ള അർത്ഥത്തിലല്ല, ഒരു സമയം പറയുമ്പോഴാണ് അത് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. ഓക്കെ, അത് ഐഡിയ കിട്ടിയോ? മനസ്സിലായോ അഭിനവന്? മനസ്സിലായി. ഇപ്പം ഞാൻ പറഞ്ഞത് എന്താ സംഭവം എന്ന് പറയൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു സമയത്തെ വെച്ചുകൊണ്ട് ഇപ്പോൾ യെസ്റ്റർഡേ, ടുമോറോ അല്ല, യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, അങ്ങനെ ഒരു കഴിഞ്ഞു പോയ കാര്യം ഒരു സമയം വെച്ച് പറയുന്ന സമയത്ത് അവിടെ ഐ വെന്റ് എന്നാണ് പറയാം. വെന്റ് ആണ് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞാൽ ഐ ഹാവ് ഗോൺ ടു എന്ന് പറയില്ല, അതുപോലെ ഐ ഹാവ് ബീൻ ടു മുംബൈ എന്നൊക്കെ പറയാം, പോയിട്ടുണ്ടെന്നുള്ള അർത്ഥത്തിൽ. അവിടെ സമയം പറയുന്നില്ല, എപ്പോഴാണ് പോയെന്ന് പറയുന്നില്ല. അപ്പോൾ എപ്പോഴാണ് പോയെന്ന് പറയുന്നുണ്ടെങ്കിൽ കൃത്യമായി അവിടെ അവിടെ വെന്റ് എന്ന് തന്നെ വെക്കാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ദിവസങ്ങളായി നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പാരഗ്രാഫ്, കഴിഞ്ഞു പോയ ഒരു സംഭവത്തെ പറ്റിയുള്ള പാരഗ്രാഫ് നമുക്ക് പറയാൻ പറ്റും. ഞാൻ ആ പാരഗ്രാഫ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, പാരഗ്രാഫ് കാണുന്നുണ്ടോ അജയ്, അഭിനവ്? കാണുന്നുണ്ട്. മലയാളം കാണുന്നുണ്ടോ? കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ പറയും, നിങ്ങൾ തന്നെ പറയും. ഇത് കണ്ടു നിൽക്കുന്ന ഓരോ പ്രേക്ഷകരും ഇത് പറയാൻ പറ്റും, എല്ലാവർക്കും ഇത് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു സംഭവം കണ്ടിട്ട് ഇത് ചെയ്യാൻ പറ്റൂല എന്ന്. പക്ഷെ ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരും ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. നിങ്ങൾക്ക് ഇവിടെ വെച്ച് ഇത് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ച സംഭവം മാത്രമേ ഇതിലുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമ്മൾ വലിയൊരു സംഭവം കൊണ്ട് നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് പറഞ്ഞു നോക്കാം. ആദ്യം മലയാളം ഞാൻ വായിക്കാം, ഓരോന്ന് മലയാളം വായിക്കാം. അതിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ, മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട്. ഇന്നലെ ഞാൻ എൻ്റെ അടുത്തുള്ള അങ്ങാടിയിൽ പോയി. കണ്ടോ, അടുത്തുള്ള അങ്ങാടിക്ക് എന്തായിരുന്നു പറയാ? ഹോം ടൗൺ. വെരി ഗുഡ്. അപ്പൊ ഇന്നലെ ഞാൻ എൻ്റെ അടുത്തുള്ള അങ്ങാടിയിൽ പോയി അജയ് എന്ന് പറഞ്ഞേ. യെസ്റ്റർഡേ ഐ വെന്റ് ടു മൈ ഹോം ടൗൺ. യെസ്, യെസ്റ്റർഡേ ഐ വെന്റ് ടു മൈ ഹോം ടൗൺ. ഓക്കെ, അപ്പോൾ അവിടെ വെച്ച് എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളെ കണ്ടു. കണ്ടോ, അവിടെ വെച്ച് എന്നുള്ള എന്ത് പറയും? വേർ അല്ലേ? അപ്പൊ എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളെ കണ്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം അഭിനവേ? Where I saw one of my friends. ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട് ആണോ? അല്ല, ഫ്രണ്ട്സ്. മുമ്പ് അഭിനവ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? മുമ്പത്തെ ക്ലാസ്സിൽ. അതാണ്. അപ്പൊ ഫ്രണ്ട് അല്ല, ഫ്രണ്ട്സ് ആണ്. ഓക്കെ, വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. അവൻ എന്നോട് ചോദിച്ചു എന്ന് എന്ത് പറയും? He asked me. He asked എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്ത് പറയണം? He asked me. കണ്ടോ, he asked me. റൈറ്റ്, വെരി ഗുഡ്. അവൻ എന്നോട് ചോദിച്ചു. He asked me. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? Did you have breakfast? വെരി ഗുഡ്, വെരി ഗുഡ്. കണ്ടോ, ഡിഡ് യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്? നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കണ്ടോ, ഡിഡ് വന്നുണ്ടോ ഇവിടെ? ഡിഡ് യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിഡ് യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്? ഓക്കെ, ഞാൻ അവനോട് പറഞ്ഞു. ഞാനല്ലേ, ഞാൻ അവനോട് പറഞ്ഞ എങ്ങനെ പറയാ ജയ്? ഐ ടോൾഡ് ഹിം ട്ടോ, അവനോട്. അപ്പൊ കേട്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവനോട് എന്ന് പറയുമ്പോൾ അത് ഹിം എന്നാണ് വേണ്ടത്, ഹിസ് അല്ല. ഐ ടോൾഡ് ഹിസ് എന്ന് പറയില്ല, ഐ ടോൾഡ് ഹിം. ഹിസ് എന്ന് പറഞ്ഞാൽ അവൻ്റെതാണ്. ഇപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ അവനെ സഹായിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഐ ഹെൽപ്ഡ് ഹിം.
ഓക്കെ. ഞാൻ അവനെ സഹായിച്ചത് എങ്ങനെ പറയും? I helped him. ഓക്കെ ഓക്കെ റൈറ്റ്. ഞാൻ അവനെ വിളിച്ചു എന്നാണ് എങ്ങനെ പറയാ അജയ്? I called him. ഐ കോൾഡ് ഹിം. ഓക്കെ. അപ്പൊ ഞാൻ അവനോട് സംസാരിച്ചെന്ന് പറയും? I ആ spoke. ടോക്ക് ടു ഹിം അല്ലെങ്കിൽ ടോൾഡ് ഹിം. ടോൾഡ് ഹിം റൈറ്റ്. ഓക്കെ. ശ്രദ്ധിക്കണേ. അതേപോലെ കഴിഞ്ഞ ദിവസം ഒരാൾ സംശയം ചോദിച്ചിരുന്നു, ഈ ടു ഐ ടോൾഡ് ടു ഹിം എന്നാണോ വരിക? ഈ ടു ഉപയോഗിക്കുമ്പോൾ സെഡ് വരുമ്പോൾ ഐ സെഡ് ടു ഹിം എന്ന് പറയും, ഐ സെഡ് ടു ഹിം എന്ന് പറയും. എന്നാൽ ടോൾഡ് വരുന്ന സമയത്ത് അവിടെ ടു വരില്ല. ഓക്കെ. യെസ്. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഞാൻ അവനോട് പറഞ്ഞു, ഇല്ല ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഇല്ല ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. എങ്ങനെ പറയും? No, I didn't have breakfast. യെസ്. അജയ് എന്ന് പറഞ്ഞേ. No, I didn't have breakfast. യെസ്. നോ ഐ ഡിഡ്ന്റ്. ഐ ഡിഡ്ന്റ് എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡിഡിന്റ് എന്നായിരിക്കും പറയുന്നത്. ഡിഡിന്റ് എന്ന് പറയുന്നത് ഡിൻറ്റ്. നോ ഐ ഡിഡ്ന്റ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. പറഞ്ഞു നോക്കേ. No, I didn't have breakfast. വെരി ഗുഡ്. ഓക്കെ. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഒന്ന് അഭിനവ് പറയൂ. അതുകൊണ്ട് എന്നുള്ളതിന് എന്ത് പറയും? സോ. അതെ, അതുകൊണ്ട് എന്നുള്ളതിന് പറയാ സോ എന്നാണ്. സോ ഞങ്ങൾ ഒരുമിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അപ്പൊ എന്ന് പറയും? We went to a restaurant together. യെസ് യെസ്. ഓരോന്നായതുകൊണ്ട് എ എന്നോട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതാ പറയായിരുന്നു. Okay. We went to a restaurant together, അല്ലെങ്കിൽ we went to the restaurant together. Okay. അപ്പോൾ വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ we went to a restaurant together. ഞങ്ങൾ ഒരുമിച്ച് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയത്. ഓക്കെ. അതൊരു പുതിയ റെസ്റ്റോറന്റ് ആയിരുന്നു. നമ്മൾ നോക്കി മുമ്പ് പഠിച്ച ഓർമ്മയുണ്ടോ? Yes sir. അതൊരു പുതിയ റെസ്റ്റോറന്റ് ആയിരുന്നു എങ്ങനെ പറയും? It was a new restaurant. It was a new restaurant. അതൊരു പുതിയ റെസ്റ്റോറന്റ് ആണ് എന്നാണെങ്കിലോ? It's a new restaurant. It's a new restaurant. വെരി ഗുഡ്. ഉണ്ടോ? ഇറ്റ്സ് എ ന്യൂ റെസ്റ്റോറന്റ്. അത് പുതിയ റെസ്റ്റോറന്റ് ആണ്. ഇനി ആയിരുന്നു എന്നാണെങ്കിൽ ഇറ്റ് വാസ് എ ന്യൂ റെസ്റ്റോറന്റ്. ഓക്കെ. യെസ്. ഞാൻ ദോശ ഓർഡർ ചെയ്തു, പക്ഷേ എൻ്റെ സുഹൃത്ത് ദോശയ്ക്ക് പകരം പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. അപ്പൊ ഞാൻ എന്താ ഓർഡർ ചെയ്തത്? ദോശ. അജയ്ക്കായിരുന്നു ഒരു കൺഫ്യൂഷൻ വന്നു. അജയ് ഒന്ന് ചെയ്തത്? I ordered a dosha. I ordered a dosha. But my friend ordered a parota instead of dosha. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. റൈറ്റ്. ആണോ? ദാറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തത്? ഐ ഓർഡേഡ് ദോശ. അപ്പൊ ആദ്യം ആരാണ് ചെയ്തത് നോക്കണം. ഞാനാണ് ചെയ്തത്. എന്താ ചെയ്തത്? നമ്മൾ ഓർഡർ ചെയ്ത കാര്യം പറയാം. നമ്മൾ ഓർഡർ. അപ്പൊ ഐ ഓർഡേഡ് ദോശ, ബട്ട് മൈ ഫ്രണ്ട് ordered a parota instead of dosha. Instead of dosha. Right. Very good. Yes. പിന്നെ പക്ഷേ എൻ്റെ സുഹൃത്ത് ദോശയ്ക്ക് പകരം പൊറോട്ടയാണ് ഓർഡർ ചെയ്തതെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഇൻസ്റ്റെഡ് ഓഫ്. ആ ഇൻസ്റ്റെഡ് ഓഫ് തെറ്റിപ്പോകരുത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. ആ പക്ഷേ പകരം എന്നുള്ള പക്ഷേ എന്നുള്ളൊരു ബട്ടാണ്, പക്ഷെ പകരം എന്നുള്ളതാണ് ഇൻസ്റ്റെഡ് ഓഫിൻ്റെ മീനിങ്. അത് കേട്ട് വെക്കുന്ന സുഹൃത്തുക്കൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. ഇനി അടുത്തത്, ഞങ്ങൾ ആ ഭക്ഷണം നന്നായി ആസ്വദിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഞങ്ങൾ ആ ഭക്ഷണം നന്നായി ആസ്വദിച്ച് കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഞങ്ങൾ ആ ഭക്ഷണം നന്നായി ആസ്വദിച്ച് കഴിച്ചു എന്നുള്ളതിന് എന്താ പറയാ? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആ ഐസ്ക്രീം നന്നായി ആസ്വദിച്ച് കഴിച്ചു എന്നൊക്കെ. We enjoyed the food. Yeah, we enjoyed the food. Okay. ഞങ്ങൾ ആ ഭക്ഷണം നന്നായി ആസ്വദിച്ച് കഴിച്ചു. We enjoyed the food. I like that food. Okay. ഞാൻ ബില്ലടച്ചു. എങ്ങനെ പറയും? I paid the bill. ഇനി ഞാൻ KCBയിൽ പോയി ബില്ലടച്ചു എന്നാണെങ്കിൽ എങ്ങനെ പറയും? അവിടെ നമ്മൾ പെയ്ഡ് ഉപയോഗിക്കല് റെമിറ്റഡ്. I remitted the bill. Okay. ഇവിടെ നമ്മൾ I paid the bill എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വ്യത്യാസം അങ്ങനെ വരാൻ കാരണം അതായത് നമ്മളൊരു ഇതിപ്പോ ഫുഡിന്റെ കഴിക്കുന്നതിന്റെയും നമുക്ക് അടയ്ക്കുക എന്നുള്ള റെമിറ്റഡ് എന്നാണ് കറക്റ്റ് ആയിട്ട്. ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഇപ്പൊ ചെലാൻ അടച്ചെന്നൊക്കെ ആൾക്കാർ പറയല്ലേ. ഇപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ചെലാൻ അടയ്ക്കുക, അല്ലെങ്കിൽ എന്താ പറയാ നമ്മളൊരു ഫൈൻ അടയ്ക്കുക, അതൊക്കെ നമുക്ക് റെമിറ്റഡ് എന്ന് പറയാം. അല്ലാതെ ഇത് കാഷ്വൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് അത് പെയ്ഡ് എന്ന് പറയാം. I paid the bill എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്ക് ചെലാൻ അങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനത്തെ ബില്ലുകളൊക്കെ അടയ്ക്കുമ്പോൾ ഐ റെമിറ്റഡ്. ഇപ്പൊ കറണ്ട് ബില്ലൊക്കെ ഐ റെമിറ്റഡ് എന്ന് തന്നെ പറയാം. മസ്റ്റ് ആയിട്ട് അടയ്ക്കേണ്ട കാര്യങ്ങളാണ് റെമിറ്റഡ്. മസ്റ്റ് ആയെന്ന് മാത്രമല്ല, അത് കുറച്ചുകൂടി ഈ പെയ്ഡ് എന്നുള്ളൊരു കുറച്ചുകൂടി കാഷ്വൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നീട് ഞങ്ങൾ ഒരു മാർക്കറ്റിലേക്ക് പോയി. അപ്പൊ എന്താ പറയും പിന്നീട് എന്നുള്ളതിന്? പിന്നീട് ഞാൻ പല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ലേറ്റർ ഉണ്ട്. പിന്നെ ഏതായിരുന്നു? ആഫ്റ്റർവേർഡ്സ്, ദെൻ ഒക്കെ ഉണ്ടല്ലേ. വെരി ഗുഡ്. ആഫ്റ്റർ ദാറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഒന്ന് പറയൂ. പിന്നീട് ഞങ്ങൾ ഒരു മാർക്കറ്റിലേക്ക് പോയി. Then we went to a market. Okay. Then we went to a market. അവിടെ നിന്ന് ഞാൻ 1/2 കിലോഗ്രാം വെണ്ടയ്ക്കയും കുറച്ച് നേന്ത്രപ്പഴവും വാങ്ങി. അവനൊന്ന് പറഞ്ഞു നോക്കിയേ.
അവിടെ നിന്ന് ഞാൻ 1/2 കിലോഗ്രാം വെണ്ടയ്ക്കയും കുറച്ച് നേന്ത്രപ്പഴവും വാങ്ങി. സാർ അവിടെ നിന്നുള്ളായിരുന്നു. അവിടെ നിന്ന് ഞാൻ അവിടെ നിന്നുള്ള എന്ത് പറയും? ഫ്രം ദേർ, അല്ലെങ്കിൽ ഫ്രം ദേർ എന്ന് പറയണോ? വേർ ഇവിടെ ഉപയോഗിച്ചാൽ പോരെ? ഓക്കെ സാർ. ഐ വെന്റ് ടു സൂപ്പർ മാർക്കറ്റ് വേർ ഐ ബോട്ട് എന്നല്ലേ നമ്മൾ പറയാം. ഓക്കെ ഓക്കെ. അപ്പൊ എന്ന് പറയും we went to the supermarket where I bought 1/2 kilogram of okra and some plantains. Yes, some plantain അല്ലെങ്കിൽ plantain fruits ഒക്കെ പറയാം. Okay. Yes. Okay. എൻ്റെ സുഹൃത്ത് 1 കിലോ അയല മീനും കുറച്ച് പല വ്യഞ്ജനങ്ങളും വാങ്ങിച്ചു. അജയ് പറയൂ. എൻ്റെ സുഹൃത്ത് My friend brought 1 kilogram of ഒരു സെക്കൻഡ്. ബ്രോട്ട് എന്ന് പറയാൻ പാടില്ല, ബോട്ട്. ബ്രോട്ട്, ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക, ബ്രോട്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു എന്നാണ്. ഇവിടെ ബോട്ടാണ്, ബോട്ട്, BOUGHT, ബോട്ടാണ് കേട്ടോ. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കി. My friend bought 1 kilogram of mackerel fish. 1 കിലോഗ്രാം അയലമീനും കുറച്ച് പല വ്യഞ്ജനങ്ങളും വാങ്ങിച്ചു. പല വ്യഞ്ജനത്തിന് എന്താ പറയും? Groceries. And some groceries. Okay, very good. Okay. ആ സമയത്ത് എൻ്റെ ഫോൺ ബെല്ലടിച്ചു. എങ്ങനെ പറയും അഭിനവേ? At that time. അതാണ് ശ്രദ്ധിക്കണ്ടേ. ആ സമയത്ത് എന്നുള്ളതിന് at that time my phone rang. എൻ്റെ ഫോൺ ബെല്ലടിച്ചു. അതെൻ്റെ അമ്മയായിരുന്നു കേട്ടോ. എങ്ങനെ പറയും? It was my mother. It is അല്ല, it was. കഴിഞ്ഞ പോയ ഒരു കാര്യത്തെ പറ്റി പറയുന്നത്. അപ്പോൾ it was my mother. Okay, it was my mom എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. അമ്മ എന്നോട് ചോദിച്ചു, നീ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചോ? അപ്പൊ അമ്മ എന്നോട് ചോദിച്ചു. എങ്ങനെ പറയും അജയ്? She asked. ഇപ്പൊ ഇവിടെ മദർ ആസ്ക്ഡ് മീ എന്ന് വേണേൽ പറയാം. പക്ഷെ ഇവിടെ നേരത്തെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് വേണേൽ ഷീ എന്ന് പറഞ്ഞാൽ മതി. അതാണ് കറക്റ്റ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ Did you buy groceries? Did you ആണോ? Did you buy groceries? Okay, she asked, did you buy groceries? Okay. Okay. ഞാൻ അമ്മയോട് പറഞ്ഞു, ഇല്ല, ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. നേരത്തെ ഓർമ്മയുണ്ടോ? ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. എങ്ങനെ പറയും? I bought nothing. അല്ലെങ്കിലോ ഡിഡിന്റ് ഉപയോഗിച്ചെന്ന് അജയ് പറഞ്ഞേക്കേ. I bought. No, I didn't buy anything. Very good. I didn't buy anything. Okay. ഒന്നെങ്കിൽ പറയാം I didn't buy anything, അല്ലെങ്കിൽ I bought nothing. രണ്ടും പറയാം കേട്ടോ. ഓക്കെ. പെട്ടെന്ന് ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. അവിടെ നിന്നും ഉലുവയും വലിയ ജീരകവും കുറച്ച് കായവും വാങ്ങി എന്നാണ് പറയേണ്ടത്. അപ്പൊ അതിന് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് പെട്ടെന്ന് ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. അതൊന്ന് പറഞ്ഞേ. Suddenly I went to a supermarket. Suddenly I went to a supermarket. അപ്പൊ അവിടെ നിന്നും ഉലുവയും വലിയ ജീരകവും. അപ്പൊ ഉലുവ വലിയ ജീരകം എന്താണ് പറയാ അഭിനവേ? Fenugreek and fennel seed. Very good. Okay. Fenugreek and fennel seed. പിന്നെ ഒരു സംഭവം കൂടി വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ. അതാണ് എന്താണ്? കായം. അല്ലേ? കായത്തിന് ഓർമ്മയുണ്ട്? അസഫെറ്റിഡ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഓക്കെ. അപ്പൊ അങ്ങനെ പറയും. ഒന്ന് പറഞ്ഞു നോക്കി. എന്തൊക്കെ വാങ്ങിച്ചത്? Suddenly I went to supermarket where I bought some fenugreek. Yes. And fennel seed. And some asafoetida. Very good. Okay. Where I bought some fennel seed, fenugreek and some asafoetida. എന്നിട്ട് നേരെ ഞാൻ ബിൽ കൗണ്ടറിന് അടുത്തേക്ക് പോയി. കണ്ടോ, എനിക്ക് അടുത്തേക്ക് പോയി എന്നുള്ളൊരു സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞോ? ഓക്കെ. അപ്പൊ എങ്ങനെ പറയും? നേരെ എന്നും കൂടി ഉണ്ട് കേട്ടോ. നേരെ എന്നുള്ള എന്ത് പറയും? Directly. അപ്പൊ എങ്ങനെ പറയും? Then I went directly to a nearby bill counter. Yes, very good. എങ്ങനെ പറയും? അഭിനവ് ഒന്ന് പറഞ്ഞു നോക്കിയേ. Then I went directly to nearby the bill counter. Very good. Okay. ബിൽ കൗണ്ടറിന് അടുത്തേക്ക് പോയി. ബിൽ അടച്ചതാണെങ്കിലോ പിന്നെ ഇവിടെ ഒരു ആൻറ്റി ചേർത്താൽ മതി. എങ്ങനെ പറയും? And paid the bill. വീണ്ടും I paid the bill എന്ന് പറയേണ്ട കാര്യമില്ല. നമ്മളത് പറഞ്ഞതിന്റെ കൂടെയുണ്ട് and paid the bill. Okay. അത്രയും പറഞ്ഞാൽ മതി. യെസ്. ഇനി അതിനുശേഷം നമുക്ക് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ആ സമയത്ത് എൻ്റെ സുഹൃത്ത് എൻ്റെ അടുത്തേക്ക് വന്നു. ആ സമയത്ത് എന്നുള്ള എന്ത് പറയും?
that time. അറ്റ് ദാറ്റ് ടൈം അല്ലെങ്കിൽ ദാറ്റ് ടൈം പറയാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെ പറയും? എൻ്റെ സുഹൃത്ത് എൻ്റെ അടുത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ At that time, my friend came near me. യെസ്, മൈ ഫ്രണ്ട് കെയിം നിയർ മീ. ഓർമ്മയുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്? യെസ് സാർ. ഓക്കെ. Towards me എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എൻ്റെ നേരെ വന്നു. നേരെ വന്നു. ടുവേർഡ്സ് മീ എന്ന് പറഞ്ഞാൽ എൻ്റെ നേരെ വന്നു എന്നാണ്. ഇതിന്റെ അടുത്തേക്ക് വന്നപ്പോൾ നിയർ മീ. ഓക്കെ, Okay, sir. അപ്പൊ എങ്ങനെ പറയും? ഒന്നുകൂടി പറഞ്ഞു നോക്കേ. At that time, my friend came near me. യെസ്, അവൻ എന്നോട് ചോദിച്ചു പല വ്യഞ്ജനങ്ങൾ വാങ്ങിച്ചോ. ഓക്കെ. ആ He asked, ആ did you buy groceries? എന്നോട് നാവുമ്പോൾ എന്ത് വേണം? ഹി ആസ്റ്റ് അല്ലെങ്കിൽ അത് മതി, എന്നാലും കുഴപ്പമില്ല. എന്നോട് എന്നുള്ള അർത്ഥത്തിൽ ആവശ്യമൊന്നുമില്ല. ഹി ആസ്റ്റ്. ഓക്കെ, ഹി ആസ്റ്റ്. Okay. He asked, did you buy groceries? ഹി ആസ്റ്റ് ഡിഡ് യു ബൈ ഗ്രോസറീസ്. ഓക്കെ. Okay. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, അതെ ഞാൻ എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എങ്ങനെ പറയും? I told him, yes, I brought all the items. ഓൾ ദ ഐറ്റംസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓൾ ദ ഗ്രോസറീസ് എന്ന് പറയാം. Okay. ഓൾ ദ ഐറ്റംസ് എന്ന് പറയാം, ഓൾ ദ ഗ്രോസറീസ് എന്ന് പറയാം. കേട്ടോ? Okay, sir. റൈറ്റ്. അതെ ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. പിന്നീട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് ഒരുമിച്ച് പോയി. എവിടെ പിന്നീട് എന്നുള്ളതിന് ദെന്നും ലേറ്ററും അല്ലാതെ വേറെ എന്താവും ഞാൻ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? After that. ആഫ്റ്റർ ദാറ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ വേർഡ്സ് രണ്ടും പറയാം. Okay. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ വേർഡ്സ് വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കാം ജയ്. സാർ ആ സെന്റൻസ് ഒന്നുകൂടി പറയാമല്ലോ. പിന്നീട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് ഒരുമിച്ച് പോയി. Afterwards, we went to the bus stand together. യെസ്, ആഫ്റ്റർവേർഡ്സ് വി വെന്റ് ടു ദ ബസ് സ്റ്റാൻഡ് ടുഗെദർ. ഓക്കെ. Okay. Okay. അതിനുശേഷം അല്പസമയം ഞങ്ങൾ അവിടെ കാത്തു നിന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ അവിടെ ഇവിടെ ശ്രദ്ധിക്കണം, അല്പസമയം ഞങ്ങൾ അവിടെ കാത്തു നിന്നു എന്ന് പറയുന്ന സമയത്ത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആദ്യം ഞങ്ങൾ അവിടെ കാത്തു നിന്നു അല്പസമയം, അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ ഞങ്ങൾ അവിടെ കാത്തു നിന്നു അല്പസമയം. ഓക്കെ, അപ്പോൾ എങ്ങനെ പറയും? We waited there for a while. We waited there for a while. We waited for a while. We waited there for a while. ഞങ്ങൾ അല്പസമയം അവിടെ കാത്തു നിന്നു. 5 മിനിറ്റിനുള്ളിൽ ബസ് വന്നു. 5 മിനിറ്റിനുള്ളിൽ ബസ് വന്നു. A bus arrived within 5 minutes. Yes, a bus arrived within 5 minutes. ഇനി ഞങ്ങൾ ബസ്സിൽ കയറി എങ്ങനെ പറയും? ഞങ്ങൾ ബസ്സിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി എങ്ങനെ പറയും? We got on. We got on. ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് എന്താ പറയാ? Got off. Got off. ഓണും ഓഫും ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? Yes, sir. We got on and returned home. തിരിച്ചു പോയി നമ്മൾ റിട്ടേൺ പോരാം, റിട്ടേൺഡ് നമ്മൾ കേട്ടോ. Okay. We got on and returned home. We got on got on and and returned returned home. We got on the bus എന്ന് പറയേണ്ട കാര്യമില്ല, കാരണം നമ്മൾ പറഞ്ഞല്ലോ ബസ് വന്നു എന്ന് പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ കയറി നാകുമ്പോൾ we got on and returned home. ഇവിടെ നോക്കിക്കേ, നിങ്ങളിത് കണ്ട സമയത്ത് ഇത് ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നിയില്ലേ? വലിയ ലെങ്തിലുള്ളൊരു സംഭവം കണ്ടപ്പോൾ. Yes, sir. പക്ഷെ അത്രയും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അല്ലേ? പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മലയാളം കണ്ടപ്പോൾ ഒരുപാട് പോലെ തോന്നി, കുറേ സംഭവമായിട്ട് തോന്നില്ലേ? അതെ സർ. അല്ലേ? ഇത് സംഭവം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട് തന്നെ. ഒരു 10-35ഓളം സെന്റൻസുകൾ ശരിക്കും പറഞ്ഞാൽ ഇതിലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതാണ് നമ്മൾ ആകെ 4 ക്ലാസ്സാണ് ഇതിൽ പഠിച്ചിട്ടുള്ളത്. 4 ക്ലാസ് പഠിച്ച ഒരാൾക്ക് ഇത്രയും വലിയൊരു ഐഡിയ ചെയ്യാൻ പറ്റുകയാണ്. അതാണ് വ്യത്യാസം. ഇപ്പം ഞാനല്ലാതെ നിങ്ങളോട് കുറേ ഗ്രാമറൊക്കെ എടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് എപ്പോഴാണ് ശരിയാവുമോ? ഇത് നടക്കില്ല. കുറേ ഗ്രാമറും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്ന് വെച്ച് ഗ്രാമർ തെറ്റിക്കാൻ പാടുണ്ടോ? ഗ്രാമർ നമ്മൾ അറിയാതെ പറയുക എന്നുള്ളതാണ്. അത് ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും. ഇപ്പം ഞാൻ പറയാണ്, നാളെ ഞാൻ അവിടെ പോകും എന്ന് പറയുന്നതിന് ഞാൻ നാളെ അവിടെ പോയി എന്ന് പറയാൻ പറ്റുമോ മലയാളത്തിൽ? ഇല്ല. തെറ്റല്ലേ? തെറ്റാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾക്ക് അത് അറിയോ മലയാളത്തിൽ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അറിയോ? മലയാളത്തിൽ അറിയോ? നമ്മൾ പറഞ്ഞ് ശീലിച്ചതാണ്. നമ്മൾ പറഞ്ഞ് ശീലിച്ചാണ്. അതാണ് അതേപോലെ നമ്മൾ പറഞ്ഞ് ശീലിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഓരോ പറഞ്ഞ് എന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, വീണ്ടും വീണ്ടും പറഞ്ഞു പോകുമ്പോൾ നമ്മളറിയാതെ നമ്മളെ ബ്രെയിനിൽ അത് സ്ഥിരമായിട്ട് പതിയാണ്. വീണ്ടും വീണ്ടും ഈ റെപ്പിറ്റേഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, ചില ആളുകളെങ്കിലും ഇപ്പം നമ്മുടെ യൂട്യൂബ് വീഡിയോകൾ ആദ്യമൊക്കെ 2-3 തവണയൊക്കെ തുടർച്ചയായിട്ട് കണ്ടവരുണ്ടാവും. എന്നാൽ ഇപ്പോൾ ചിലപ്പോൾ അത് കുറേ നാളായിട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടാവില്ലെങ്കിൽ അവർക്കൊരു ടഫായിരിക്കും ഇത് ചെയ്യാൻ. ചില കാര്യങ്ങളൊക്കെ അയ്യോ ഇത് എനിക്ക് അറിയാമായിരുന്നു, എന്താണെന്ന് മറന്നു എന്ന് തോന്നും.
അതേസമയം ചില സുഹൃത്തുക്കളൊക്കെ എന്നെ വിളിക്കുമ്പോൾ എന്നോട് പറയാറുണ്ട്, ഞങ്ങൾ വാഹനത്തിലൊക്കെ ഇരുന്ന സമയത്തും ചില വീട്ടമ്മമാരൊക്കെ പറയാറുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ, ഒരുപാട് പ്രായമുള്ളൊരു അമ്മയൊക്കെ ഒരു സ്ഥലം വിളിച്ചിരുന്നു, 77 വയസ്സുള്ള. അപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്, ആ സമയത്ത് ഇതിങ്ങനെ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കേട്ട് പഠിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ അവർക്കത് വളരെ ഇമോഷണലായിട്ടാണ് അവരത് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അത് യൂസ്ഫുൾ ആവുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ട് അവർക്ക് റിസൾട്ട് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ അവർക്കൊക്കെ പലപ്പോഴും പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നതാണ്. എന്നിട്ടും അവർക്കിതെങ്ങനെ അത് ഓർമ്മയിലേക്ക് വരുന്നത് വെച്ചാൽ ഇത്രയധികം റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് തീരെ ഓർമ്മയിൽ നിൽക്കാത്ത ഒരാളാണെങ്കിലും ഒരു കുഴപ്പമില്ല, നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് കേട്ടോ. വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ പ്രത്യേകതയുണ്ട്. നിരന്തരം കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട് സൈഡിൽ പെട്ടെന്ന് നമ്മൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു വോയിസും ഒപ്പം തന്നെ ആ മലയാളം പറയാം, അതിന് ഗ്യാപ്പ് ഇട്ടിട്ട് ഇംഗ്ലീഷ് പറയാം. ഈ രീതിയിലാണ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടക്കുന്നത് കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ വാട്സപ്പ് ട്രെയിനിങ് പ്രോഗ്രാമുകളുണ്ട്. പെയ്ഡ് ഗ്രൂപ്പിൽ നമ്മുടെ കഴിഞ്ഞ ഇതിലേക്കുള്ള ബാച്ച് ഫുള്ളായിരുന്നു. ഇനി അടുത്ത ബാച്ച് ഉടൻ തന്നെ വരുന്നുണ്ട്. അപ്പം നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരുപാട് ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ഗ്രൂപ്പിലും ഉള്ളത്. 23ാമത്തെ നമ്പറിൻ്റെ ഗ്രൂപ്പ്സാണ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരുപാട് ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് തിരിച്ച് മറുപടി വരുന്നില്ല എന്ന് പറയാറുണ്ട്. വേറെ ഒന്നുകൊണ്ടല്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും ഗ്രൂപ്പിൽ ഞാൻ പറയുന്നതായിരിക്കും. 14,000-ഓളം ആളുകളോളം ഇങ്ങനെ നിരന്തരമായി മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നാൽ നമുക്കിതിനൊന്നും മറുപടി എല്ലാ സമയത്തും കൊടുക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ദയവായി നിങ്ങൾ ക്ഷമിക്കുക. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയേണ്ടത് തീർച്ചയായിട്ടും ഞാൻ ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും. ഇനി അതെല്ലാം നമ്മുടെ പെയ്ഡ് കോഴ്സിൽ വരുന്നവർക്ക് അവർക്ക് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ അധ്യാപകരുണ്ടാവും, അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും. അതുപോലെ നമ്മുടെ കോണ്ടന്റ് ഇടാനുള്ള രണ്ടാമതൊരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. നിലവിൽ നമ്മുടെ ബാച്ചുകൾ ഫുള്ളാണ്. അപ്പോൾ കുറേ ആൾക്കാർ പേയ്മെൻ്റ് ഒക്കെ അടച്ച് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഉടൻ തന്നെ വൈകാതെ തന്നെ നമുക്ക് ഒരു ബാച്ചോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഈ സമയത്തിൻ്റെ ഒരു കുറവ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ബാച്ച് പെട്ടെന്ന് അടുത്ത് തുടങ്ങാൻ പറ്റാതെ വന്നത്. അവരൊന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അതേപോലെ നമ്മുടെ സൗജന്യ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9995582447 എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കാം. എല്ലാ ദിവസവും അതിൽ ക്ലാസ് എല്ലാം പറയുന്നത്, അതിൽ നമുക്ക് യൂട്യൂബിൽ വരുന്ന വീഡിയോകൾ കറക്റ്റായിട്ട് അതിനകത്ത് ഇടുന്നുണ്ടാവും. അതുകൂടാതെ ചില ഓഡിയോ ടിപ്സുകൾ ഞാൻ ഇടയ്ക്ക് ഇടുന്നതായിരിക്കും. കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പെയ്ഡ് കോഴ്സിൽ ചേരുകയും ചെയ്യാം. ചെറിയൊരു ഫീ അടച്ച് ചേരാവുന്നതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ശ്രദ്ധിക്കുക, 9995582447 ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. റിപ്പീറ്റേഷൻ ഈസ് ദ കീ പോയിന്റ് യുവർ സക്സസ്. യു നെവർ മിസ് ഇറ്റ്. ഇറ്റ്സ് മീ Surya Dhanesh and Ajay. Thank you. Abhinav, thank you so much. Have a good day. Bye for now. Thank you, sir. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഏതൊരാൾക്കും ഈ ഒരു ഐഡിയ സംസാരിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇത് ആദ്യം തന്നെ അത്രയും വലിയൊരു ആശയം കണ്ടപ്പോൾ നമുക്ക് തോന്നി ഇത് പറയാൻ പറ്റുമെന്ന് തോന്നി, ഇല്ലേ? പക്ഷെ നോക്കിയേ, നമ്മൾ ഈ 4 ദിവസത്തെ 4 വീഡിയോകൾ കൊണ്ട് പഠിച്ച് അത് മനസ്സിലാക്കിയ ഒരാൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവും, അത് ഞാൻ ഈ വീഡിയോയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യണം, പ്രാക്ടീസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ഇങ്ങനെ പഠിക്കണോ? ഒന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യുക. നിങ്ങളിപ്പോൾ വീട്ടമ്മയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ എന്തെങ്കിലും ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നതിനിടയിൽ ആ വീഡിയോ ഒന്ന് ഓൺ ചെയ്തിടുക. എന്നിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് കേൾക്കുക, തിരിച്ചു പറയുക. ഞാനൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് പറയുന്നത്, നിങ്ങൾക്കും കൂടി സംസാരിക്കാനും പറയാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കൃത്യമായ അപ്ഡേഷൻസ് ലഭിക്കാനും എപ്പോഴാണ് വീഡിയോ വരിക എന്നറിയാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. 9995582447 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അതേപോലെ നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് പല സംശയങ്ങളുണ്ടാകും, സംശയങ്ങൾ ക്ലിയർ ചെയ്യണം, വളരെ പെട്ടെന്ന് ഇംഗ്ലീഷ് ഒന്നുകൂടി നന്നായി പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഫീ അടച്ചുകൊണ്ട് നമ്മുടെ പെയ്ഡ് ട്രെയിനിങ് പ്രോഗ്രാമിലും പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ അറിയാം, ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുക. സാവധാനം നമ്മൾ വിചാരിച്ച ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുക തന്നെ ചെയ്യും. എ ജേർണി ഓഫ് 1000 smiles begins with a single step. It's me, Surya Dhanesh. Bye for now.